എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ശ്രീലേഖ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ പച്ചക്കള്ളങ്ങൾ എന്ന് പറയാം. തെറ്റായ ഇൻഫർമേഷൻസ് വളരെ മാസ് ലെവലിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഫീൽ ഗുഡായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫീൽ ബാഡായിട്ടുള്ള ഇൻഫർമേഷൻ, ഈ രണ്ട് കാറ്റഗറിയിൽ ഇൻഫർമേഷനാണ് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദനയുണ്ട്, നമുക്കൊരു മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, പരോപകാരം എന്നുള്ളത് നമുക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ വൈറലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പൈസയുടെ ചിലവില്ലാതെ 5 മിനിറ്റിൻ്റെ എഫേർട്ടില്ലാതെ നമുക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ള രീതിയിലാണ്, ആ ഒരു രീതി നമുക്കൊരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നതോ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതോ. നമ്മളിപ്പോൾ ഒരു തെറ്റായ ഇപ്പോൾ മുള്ളാത്ത എന്ന് പറഞ്ഞ ഒരു സാധനം പണ്ട് വളരെ വൈറലായി ഷെയർ ചെയ്തിരുന്നു. നമ്മൾ വിചാരം എന്നാൽ നമുക്ക് ക്യാൻസർ വരുന്ന ഒരാൾക്ക് അത് എന്തോ ഒരു ഉപകാരം ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ഷെയർ ചെയ്തിട്ടുള്ളത്, നമ്മളെന്തോ വലിയൊരു കാര്യം ചെയ്യുന്ന രീതിയിലാണ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്പോസിബിൾ കപ്പിൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതാണ്, അതൊരു ബാഡ് ഇതാണ്. നമ്മളത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബോധവൽക്കരിക്കുക, പെട്ടെന്ന് അതൊരു ഉപകാരമാണെന്നുള്ള രീതിയിലുള്ള ഷെയറിങ്ങാണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് സ്വാഭാവികമായിട്ടുള്ള പൊതുവേ കണ്ടുവരുന്ന മോസ്റ്റ് ഓഫ് ദ വൈറലായി കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡീബങ്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഒരു തെറ്റായ നുണ പറഞ്ഞിടാണെങ്കിൽ ഒരു റിസർച്ചിൻ്റെയോ പഠനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ഒന്ന് ഡൈസെക്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രൂത്ത് ഏത് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം ഫേക്ക് ഉണ്ട് കണ്ടുപിടിക്കാൻ വളരെ എഫേർട്ടുള്ള കാര്യമാണ്. നമുക്ക് കുറച്ച് ഭൗതിക അധ്വാനം വേണം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിൽക്കുള്ളൂ, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനല്ലെങ്കിലും കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് എങ്ങനെ അത് ഒരു അഡ്രസ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസും അതിൻ്റെ ഇൻപുട്സുമാണ് തരാനാണ്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ, അതുപോലെ തന്നെ ചന്ദ്രശേഖർ രമേശ്. നമുക്ക് ഒന്ന് തുടങ്ങി നോക്കാം. A survivor of the Air India crash was arrested in his home after it was revealed he had lied about being on the flight. The incident centers around the tragic crash of Air India flight AI-171, a Boeing 787 Dreamliner en route from Ahmedabad to London Gatwick, which went down on June 12, 2025, just seconds after takeoff. The crash claimed the lives of all 241 passengers on board and several people on the ground after the plane slammed into a medical facility. Media around the world reported on a supposed lone survivor, Vishwash Kumar Ramesh, a British citizen who claimed he was sitting in seat 11A by the emergency exit when a mid-air explosion allegedly threw him clear of the wreckage. His emotional retelling of the event, filled with vivid details of chaos and survival, went viral, gaining massive traction across social media. But just days later, inconsistencies began to surface. Investigators confirmed his name was not on the passenger manifest, and no hospital had any record of admitting him. Surveillance footage even placed him at a local shopping center at the time of the crash. It turned out he had faked the entire story in hopes of gaining online fame and sponsorship deals. ഏകദേശം 2 മില്യൺ അടുക്ക ആളുകൾ കണ്ടു തീർത്തൊരു വീഡിയോ ആണത്. സിയാർ, എല്ലാവർക്കും നമസ്കാരം. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ ക്രാഷ് ചെയ്തത്. ഒരാൾ നമ്മൾ അന്ന് തന്നെ ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ്, ഒരാൾ മാത്രമാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്ന്. അതാണ് ഈ കാണിച്ച ആളുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരുപാട് സങ്കടത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഗിൽട്ടിൻ്റെ ഫീലിങ്ങിലാണ് പുള്ളി പുറത്തേക്ക് വന്നത്. പുള്ളിയുടെ സഹോദരൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഇരുന്നില്ല. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി പച്ചക്കള്ളമാണ്. കാര്യം പാസഞ്ചർ ലിസ്റ്റിൽ പുള്ളിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പുള്ളി അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11A എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ എയർക്രാഫ്റ്റിനകത്ത് സീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില സീറ്റിന് പ്രിഫറൻസ് ഉണ്ട്, ചില സീറ്റിന് അവർ കൂടുതൽ റേറ്റ് വാങ്ങിക്കാറുണ്ട്. ഇദ്ദേഹം ഇരുന്നത് 11A എന്ന് പറയുന്ന എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ്. ഏതൊരു എയർക്രാഫ്റ്റും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വിങ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ആ ചിറക് വന്ന് ഫ്യൂസലാജിലേക്ക് കയറുന്ന ആ പോർഷനാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റാണ് ഈ 11A എന്ന് പറയുന്നത്. തൊട്ട് താഴെ വിങ്സ് ആയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അവിടെയാണ് ഇരുന്നത്.
അതിനോടൊപ്പം തന്നെ ഈ എമർജൻസി എക്സിറ്റിലോട്ട് പുള്ളിക്ക് ആക്സസ് കിട്ടിയത് കൊണ്ടാണ് ആ 11 എന്ന് പറഞ്ഞ സീറ്റ് പുള്ളി അറിഞ്ഞോ അറിയാതെയോ എടുത്തത് കൊണ്ടാണ് പുള്ളിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്, പുള്ളി രക്ഷപ്പെട്ടതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പുള്ളി ഈ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈറലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു AI വോയിസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ ഏതോ ഒരു പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഇത് വളരെ ഓതൻറ്റിക് ആണ് എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. ശരിക്കും അദ്ദേഹം ആ പ്ലെയിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. ഇനി അൺസ്കെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു മുറിവുകളും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയാൽ തന്നെ ഇതിന് ശേഷം ഒരു പടം തന്നെയുണ്ട്, അതിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം പുള്ളിക്ക് ഈ പറഞ്ഞ പുള്ളി അതിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പുള്ളി ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ശേഷം ഈ പ്ലെയിൻ ഒരു തീഗോളമായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യം സത്യമല്ല. അദ്ദേഹം മാത്രമല്ല, ഒരു ഭഗവത്ഗീതയെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണാതെ പോകരുത്. ആ ഭഗവത്ഗീത രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞ വീഡിയോ തന്നെ ഏകദേശം ഒരു നാഷണൽ ചാനലിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഫേസ്ബുക്കിൽ മാത്രം വ്യൂസ് ഏകദേശം 4 കോടി ആൾക്കാർ കണ്ടിട്ടുള്ള 40 മില്യൺ മൊത്തം വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഈ ഭഗവത്ഗീത മാത്രം കത്താതെ രക്ഷപ്പെട്ടു. പക്ഷേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ചട്ടയൊക്കെ കയറി പോയിട്ടുണ്ട്, പല സ്ഥലത്തും കരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, You know that you can transform yourself and you can transform other people at the power of your own fingertips? And I'm not kidding about it. It's a reality. It's called the magic of EFT tapping, also called as emotional freedom technique. Hi, my name is Akash Garg. I am a EFT master practitioner and EFT coach. EFT is one of the leading modalities of personal transformation and healing, which is used worldwide. If you would like to heal yourself, transform your mindset, transform the patterns that have been holding you back for so long, and you would like to help others as well to come out of those patterns, let me introduce EFT. ഒന്നുകൂടി കാണിച്ചു തരാം ഇതിനോട് അനുബന്ധമായിട്ടുള്ളത്. പ്രാണി ഹീലിംഗ് എന്താണെന്നുള്ളത് ഒന്നുകൂടെ മാം പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? അതായത് പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാതെയും മറ്റു മരുന്നുകളൊന്നും ഇല്ലാതെയും ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. അതായത് ഇതൊരു നോൺ ടച്ച് നോൺ ഡ്രഗ് തെറാപ്പിയാണ്. നമുക്ക് ശരീരത്തിന് നല്ല ബലം കിട്ടാനും നല്ല എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഈ പ്രാണി ഹീലിംഗ് വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ ചക്രാസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമുക്ക് ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. ആ പ്രഭാവലയത്തിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം വന്നാൽ നമ്മുടെ ഈ ഓറയുണ്ടല്ലോ, നമുക്ക് ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ടല്ലോ, അതിൽ ബ്ലോക്കുകൾ വരുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ എഫക്റ്റായിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എന്നോട് പ്രാണി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് ആ ബ്ലോക്കുകൾ മാറ്റി അവരെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പ്രോസ്പെറിറ്റി, ഗുഡ് ഹെൽത്ത്, ഹാപ്പി, പീസ് ഓഫ് മൈൻഡ് അവരെന്താണ് ആഗ്രഹിക്കുന്നോ ആ വേയിലേക്ക് കൊണ്ടുവന്ന്. ഇപ്പോൾ ഒരു ജോലിയാണെന്ന് വെച്ചാൽ ജോലി, പിന്നെ റിലേഷൻഷിപ്പ്, പിന്നെ അസുഖങ്ങൾ, മറ്റേ ഈ ഒരു കാര്യത്തിലൂടെ ഈ ചക്ര ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ അവരുടെ ഫൈനാൻഷ്യൽ ബ്ലോക്ക്, അവരുടെ ഹെൽത്ത് ഇഷ്യൂ. കുറച്ചധികം ഉണ്ട് പറയാൻ, നമുക്ക് സമയമില്ല. ഹരീഷ് ഡോക്ടർ, ഈ 2 വീഡിയോ സമാന സ്വഭാവമാണ്. അതായത് ഒരു ചികിത്സയ്ക്ക് നമ്മൾ മരുന്നിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരാളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് സ്പർശിക്കുക പോലും ചെയ്യാതെ നമുക്കൊരാളുടെ അസുഖം വരാം. അതിന് കമൻസ്. ഒരെണ്ണത്തിൽ സ്പർശന ചികിത്സയും ഒന്നിൽ സ്പർശിക്കാതെയുള്ള ചികിത്സയാണ് പറയുന്നത്. ഇതിനെ വൈരുദ്ധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഒരു ഇതൊക്കെ എല്ലാം ഒരേ നുഖത്തിൽ കെട്ടാവുന്ന കാളകൾ തന്നെയാണ്. കാരണം നമുക്ക് ഇന്ന് അറിയാം ഹ്യൂമൻ ഫിസിയോളജി എന്താണ്, ഹ്യൂമൻ അനാട്ടമി എന്താണ്, നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണ്, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, രോഗാണുക്കൾ എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം ആധുനിക ശാസ്ത്രം വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം സ്കൂളുകൾ പോലും പഠിക്കുന്നുണ്ട്.
പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രാണിക് ഹീലിംഗ്, റേക്കി, മാഗ്നറ്റിസം അതുപോലെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളും ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളെ ഡിഫൈൻ ചെയ്യുന്നു. ആ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് കണ്ട് തന്നെ അവയ്ക്കുള്ള ചികിത്സ പറയുന്നു. ഇങ്ങനെ ഒട്ടനവധി നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ഇത്തരം സാധനങ്ങൾ. സോ നമ്മൾ ഓരോന്നിനെയും എടുത്ത് ഇവർ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിനൊക്കെ എളുപ്പമാണ് ശരി എന്താണ് എന്ന് നോക്കുക. നമ്മൾ പഠിച്ച അടിസ്ഥാന ശാസ്ത്രത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെങ്കിൽ ആ ലെവലിൽ വെച്ച് തന്നെ നമുക്കിത് കളയാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലാതെ ഇവർ പറയുന്ന ഓറയുണ്ടോ, നമ്മൾ കാണാൻ കഴിയാത്ത ഈ ദൃശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അപ്പുറത്തേക്ക് അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും ശക്തി നമ്മളെ വലയം ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഇവർ പറയുന്ന കാര്യം മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിയും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയേറെ റീച്ച് കിട്ടുകയും പലരും വിദ്യാസമ്പന്നരായ പലരും ഇത്തരം കാര്യങ്ങളിൽ നമ്മളോടൊക്കെ തർക്കിക്കാൻ വരികയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എമിലി റോസ എന്ന് പറയുന്നൊരു കുട്ടി 97 നടന്നൊരു സംഭവമാണ്, നിങ്ങളൊക്കെ കേട്ട് കാണും. അമേരിക്കയിൽ 9 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവരുടെ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കുട്ടി അന്നത്തെ ടച്ച്, അതായത് ഹ്യൂമൻ എനർജി ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ടച്ച് ചെയ്യാതെ തന്നെ ഹ്യൂമൻ എനർജി സെൻസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ. ഇവർ വളരെ ഒരു സിംഗിൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ മോഡൽ ഈ കുട്ടി സെറ്റ് ചെയ്യുകയും എമില റോസ സെറ്റ് ചെയ്യുകയും, അതായത് ഈ 21 ഇത്തരത്തിലുള്ള ടച്ച് ചെയ്യാതെ തന്നെ ആളുകളെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് അവകാശപ്പെട്ട ആളുകളെ 21 പേരെ ഇരുത്തുകയും അവയൊരു സ്ക്രീൻ വെച്ച് അവരെ ഫ്രണ്ട് മറയ്ക്കുകയും അവരുടെ കൈ മാത്രം പുറത്തേക്ക് വെച്ച് അതിൻ്റെ മേലെ ഈ കുട്ടി അവരുടെ കൈ വയ്ക്കുകയാണ് ടച്ച് ചെയ്യാതെ. എന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങളുടെ വലത് കൈയിലാണോ ഇടത് കൈയിൻ്റെ മേലെയാണോ എൻ്റെ കൈ ഇരിക്കുന്നതെന്ന് നിങ്ങൾ സെൻസ് ചെയ്യാൻ അഭിപ്രായപ്പെടുകയാണ്. അവരത് സെൻസ് ചെയ്യുന്നു, അവർ റെക്കോർഡ് ചെയ്യുന്നു. ഒരുപാട് തവണ 250 തവണയോളം ഈ എക്സ്പെരിമെൻ്റ് നടത്തി ടോട്ടൽ നടത്തിയും മീൻസ് അത്രയും റീഡിങ് എടുത്തു. അതിനുശേഷം 44% മാത്രമാണ് ശരിയായത്. ഭൂരിപക്ഷം തെറ്റിപ്പോയി. ഒരു 50% ചാൻസ് വെച്ച് 50 ശരിയാവേണ്ടതാണ്. അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പച്ചക്കള്ളമാണ് ഇവരെന്ന് പറയാനായിട്ട് ഒരു കുട്ടിക്ക് പോലും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തഡോളജി ഉപയോഗിച്ച് അവരത് പ്രൂവ് ചെയ്യാണ്. ഇത് രസകരമായ ചരിത്രപരമായ വസ്തുത പറയുന്നത് 9 വയസ്സുള്ള ഈ കുട്ടിയുടെ ഈ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്, അല്ലേ? പെയർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. അതിന്നും റെക്കോർഡായിട്ട് നിൽക്കുകയാണ്. സോ ഇതുപോലെ നമ്മുടെ ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള തലമുറയ്ക്ക് സിമ്പിളായിട്ടുള്ള ലോജിക്ക് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നൊരു കാര്യം. മേ ബി അതിൻ്റെ കാരണങ്ങൾ പലതാണ്, സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു മാസ്മരികതയിൽ നമ്മളങ്ങ് പോവുകയാണ്. ഇവർ പറയുന്ന പല ഫാലസികളും ഇവരുപയോഗിക്കുന്ന പല സയൻറ്റിഫിക് ജാർഗൻസിൻ്റെയും ഒക്കെ പുറത്ത് അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങളുടെ കുത്തൊഴുക്ക് നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിറകെ സ്വാഭാവികമായി പോകാനുള്ള വൈകാരികമായ പ്രവണത എല്ലാവർക്കുമുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മളവിടെ സെർബ്രൽ കോർട്ടെക്സ് വെച്ച് ഓരോന്നിനെയും അരിച്ചെടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നമ്മളത് പരിശീലിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് നമ്മളോ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റോ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് തടയാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോ ട്രൈ ചെയ്യാം. Did you feel something? That's not music. That's your body responding. When your frequency is aligned, you heal faster, attract wealth faster, deepen your relationships, and gain clarity and success in career. That's the power of frequency. Hi, my name is Dr. M.E. Briant. I'm India's leading sound healing and manifestation coach. And I have trained more than 1 lakh plus people across the world to achieve abundance in health, wealth, and relationships, as well as in the career with the power of sound healing. And now I want to invite you to our 3-hour live voice of manifestation workshop, where you learn how to heal your inner self with the power of vibrations. Manifest abundance in all 4 areas of life and learn chakra healing in just 10 minutes. ഈ ചക്ര ഹീലിംഗ് നേരത്തെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ റേക്കിയുടെ പ്രാണിക് ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവർ ചക്ര ഹീലിങ്ങിനെ പറ്റി പറഞ്ഞു. ഇത് പഴയൊരു സങ്കല്പമാണ്. അതായത് ശരീരത്തിനകത്ത് തല മുതൽ താഴെ വരെയായിട്ട് 7 ചക്രങ്ങളുണ്ടെന്നും അതിന് ഓരോ നിറങ്ങളുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്. നമുക്കിന്നിപ്പം ശരീരശാസ്ത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ചക്രങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം.
ഇനി ഇവരെന്താണ് ഈ സൗണ്ടിനെ പറ്റി പറയുന്നത്? അത് നിങ്ങൾ ആ ബെല്ല് റിങ് ചെയ്തപ്പോഴത്തേക്കും ഒരു ബീറ്റിംഗ് സൗണ്ട് കേട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു ശബ്ദം കേട്ടാണ്. അതായത് ഒരേ ഫ്രീക്വൻസിയുള്ള 2 മണികൾ. ആ ഒരു ഫ്രീക്വൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത്, ശരീരത്തിലുണ്ടാകുന്ന വൈബ്രേഷനെ പറ്റിയും റെസൊണൻസിനെ പറ്റിയൊക്കെ പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബീറ്റിംഗ് സൗണ്ട് കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മണി അല്ലെങ്കിൽ നമ്മൾ ഈ ഭജനയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ജാലർ, ചിങ്കി എന്നൊക്കെ പറയുന്ന സാധനമാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും സമയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് രണ്ടിൽ നിന്നും വരുന്ന ശബ്ദ തരംഗങ്ങൾ നിങ്ങളുടെ ചെവിയിലെത്തുന്ന സമയ വ്യത്യാസവും ഫേസ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഇതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ വേവാണ്. ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ വേവാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ആ ഒരു ബീറ്റിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്. ഫേസ് ഡിഫറൻസും അതുപോലെ തന്നെ ഇതിങ്ങനെ പൾസ് ചെയ്യുന്നത് കാര്യം കൊണ്ടും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ റെസൊനേറ്റ് ചെയ്യുമോ സാധനങ്ങൾ? തീർച്ചയായിട്ടും റെസൊനേറ്റ് ചെയ്യും. കാര്യം ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട്. അതനുസരിച്ച് ശരീരത്തിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ റെസൊനേറ്റ് ചെയ്യും. പക്ഷേ ഈ ക്ലെയിം ഇത്രയും കാര്യങ്ങൾ വളരെ സയൻറ്റിഫിക്കാണ്, ഇതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയുന്ന ക്ലെയിമുകളാണ് തമാശ. അതായത് ഈ റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കാരണം നിങ്ങളെ ഹീൽ ചെയ്യിക്കും, അതായത് രോഗശാന്തി ഉണ്ടാവും, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ ധനാകർഷണ ഭൈരവയന്ത്രം പോലെ വെൽത്ത് അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സയൻസ് പറയുകയും അതിനുശേഷം കുറച്ച് സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ തട്ടിവിട്ടിട്ട് പുള്ളി 100,000-ഓളം ആളുകളെ പറ്റിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിനുശേഷം വീണ്ടും പുള്ളി മാസ്റ്റർ ക്ലാസ് നടത്താൻ പോകുന്നു. അപ്പോൾ അതിന് വേണമെങ്കിൽ കാശ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ആഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സൗണ്ട് എല്ലാത്തിൻ്റെ കൂടെ ഈ ഹീലിംഗ് ചേർക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എന്തിൻ്റെ കൂടെയും അവസാനം ഒരു സഫിക്സ് ആയിട്ടൊരു തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യും. മ്യൂസിക് തെറാപ്പി, സൗണ്ട് തെറാപ്പി, യോഗ തെറാപ്പി, എല്ലാത്തിൻ്റെ കൂടെ ഒരു തെറാപ്പി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഫോർമുലയായിട്ടാണ് പലരും കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ കൂടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തെറാപ്പി കാണും. അൺടെസ്റ്റഡ് ആയിട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും ഒരു മടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ ക്ലയൻസിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളത്. ടെസ്റ്റ് ചെയ്ത കാര്യത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്നൊക്കെ വരികയാണെങ്കിൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ മറ്റതുണ്ടോ എന്ന് നോക്കാതെ ഉപയോഗിക്കാത്ത മലയാളികളാണ് ഇതിൽ ഭൂരിഭാഗം ജനങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് പുറകെ ഒരു ചോദ്യവും ഇല്ല വർത്തമാനവും ഇല്ലാതെ ഓടിപ്പോകുന്നത്. അതോടൊപ്പം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിത്തരാം, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ ഞാൻ മൈക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചോദിക്കാം. നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് പോകുന്നതിനും ബുദ്ധിമുട്ടില്ല. ഓക്കെ, ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഹിപ്നോട്ടിസം എന്ന് കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇനി ഹിപ്നോട്ടിസം പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടാകും, എനിക്കറിയാം. പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ളവർക്ക് ലളിതമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണോ ഹിപ്നോട്ടിസം എന്നുള്ള ആശങ്ക കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അത് പഠിക്കണമെന്നുള്ള ആ മോഹം മുളയിലേ തന്നെ നുള്ളിക്കളഞ്ഞത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഹിപ്നോട്ടിസം പഠിക്കാനുള്ള ഒരു അവസരവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും, ഏത് വിശ്വാസ പ്രമാണങ്ങളിലുള്ളവർക്കും, അതായത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും, അതുപോലെ തന്നെ ഏത് വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവർക്കും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ വെറും ഒരു ദിവസത്തെ പരിശീലനത്തിലൂടെ ഹിപ്നോട്ടിസം പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. ഒരു ഏകദിന പരിശീലനത്തിലൂടെ വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട്, ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ഹിപ്നോട്ടിസം പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ഏകദിന പരിശീലനത്തിൽ ഹിപ്നോട്ടിസം, അതീന്ദ്രിയ മനഃശാസ്ത്രം, അതായത് പാരാസൈക്കോളജി എന്നീ വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെ ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഹിപ്നോസിസിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കാനും മറ്റ് വ്യക്തികളെ ഹിപ്നോസിസിന് വിധേയമാക്കാനും ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഹിപ്നോട്ടിസം ഇപ്പോഴും ഓട്ടമുള്ള ഒരു സ്യൂഡോ സയൻസാണ് നമ്മുടെ സമൂഹത്തിൽ. പാരസൈക്കോളജി കുറച്ച് നാൾ നല്ല ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് പാരസൈക്കോളജി ഇപ്പോൾ അത്ര ചോദ്യങ്ങളൊന്നും അധികം കേൾക്കാറില്ല പാരസൈക്കോളജിയെക്കുറിച്ച്. എങ്കിലും പാരസൈക്കോളജി ഇപ്പോഴും ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സോ ബേസിക്കലി ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഫ്രാൻസ് മെസ്മറിസം എന്ന പേരിൽ 17-ാം നൂറ്റാണ്ടിൽ ആണ്
ഈ ഒരു മെസ്മറിസം എന്ന പേരിലൊരു ആൻമൽ, അത് പുതിയൊരു തിയറിയാണ്, ആൻമൽ മാഗ്നറ്റിസം ഉണ്ടെന്നും ആ മാഗ്നറ്റിക് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുക വഴി നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാം, പല രോഗങ്ങളെയും ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിനെ ചുവട് പിടിച്ചാണ് പിന്നീട് ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു ഇത് വരുന്നത്. ഹിപ്നോട്ടിസം ബേസിക്കലി ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള, ഹൈലി അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു വ്യക്തി സ്വയം എത്താം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക സൈക്കോളജിക്കൽ സ്റ്റേറ്റിലെത്താം. ആ സ്റ്റേറ്റിൽ എത്തിക്കഴിയുന്ന സമയത്ത് ചില വ്യക്തികൾ ഭയങ്കര സജസ്റ്റബിൾ ആയിരിക്കും. ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പോസ്റ്ററിൽ നിർത്താനോ അയാളുടെ മെമ്മറികൾ മറന്നുപോയെന്ന് താൽക്കാലികമായിട്ട് അയാൾക്ക് ആ മെമ്മറികൾ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുചെന്നാക്കാനോ ആ രീതിയിലേക്കുള്ള ചില പൊടിക്കൈകളൊക്കെ നടത്താൻ കഴിയും. സ്റ്റേജ് ഷോ ആയിട്ടും ഒക്കെ പലരും മജീഷ്യൻസും ഒക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ തെറാപ്പിയിലേക്ക് വരുന്ന സമയത്ത് ഹിപ്നോതെറാപ്പി, ഈ ഹിപ്നോട്ടിസം എന്നുള്ള പ്രതിഭാസത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്യാട്രിക് ഇല്ലസുകൾ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ സൈക്യാട്രിക് ഇല്ലസുകൾ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ കഴിയുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു പഠനങ്ങളിലും നമുക്കിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചിലവർ ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ചില പെയിൻ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ചില പെയിൻ കണ്ടീഷൻസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള അവകാശവാദമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്കിന്ന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള യാതൊരു സപ്പോർട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ചില ഒരു അവകാശവാദം എന്ന് പറയുന്നത് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കോൺഫ്ലിക്റ്റുകളെ പുറത്തു കൊണ്ടുവരാനും അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് അത് നമുക്ക് ആ കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്യാട്രിക് പ്രോബ്ലംസിന് അത് ശമനം ഉണ്ടാക്കുമെന്നൊക്കെയുള്ള ചില സിദ്ധാന്തങ്ങൾ, ഈ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം എല്ലാം കൂടെ കൂട്ടി കുഴച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ് ഇതെടുത്തിട്ട് ചവറ്റുകുട്ടയിൽ കളഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇനീഷ്യലി ഇതിൻ്റെ വലിയ ആരാധകനായിരുന്നു. ഹിപ്നോട്ടിസം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ചികിത്സയിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ കഴിയുമെന്ന് ഫ്രോയിഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ എഫക്റ്റ് ഒന്നും കാണാത്തതുകൊണ്ട് മാറ്റിവെച്ച കാര്യമാണ്. പക്ഷേ ഇന്നും നമ്മുടെ ഇടയിൽ ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ടൊക്കെയാണ് പറയുന്നത്. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഏത് കാര്യം പഠിക്കാനാണെങ്കിലും അടിസ്ഥാനമായിട്ടുള്ള സമയം വേണമല്ലോ. പിന്നെ അതീന്ദ്രിയം, പാരാസൈക്കോളജിയിൽ ഈ പറയുന്ന പാരലൽ വേൾഡും അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ശക്തികളൊക്കെ ഉണ്ടെന്നും അതുമൂലം ഉണ്ടാകുന്ന എന്താ പറയുക പൊസഷനും കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ കാര്യം. ഇതെല്ലാം ബേസിക്കലി ഒറ്റ ഭാണ്ഡമായതുകൊണ്ട് അയാളത് ഒന്നിച്ച് പ്രസൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഹിപ്നോട്ടിസം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പ്രൂവ് ചെയ്തിട്ടുള്ള ഇങ്ങനെ സംഭവം ലോകത്തില്ല എന്നാണ്. നമ്മുടെ മൂൺ മിഷൻ എന്ന് പറയുന്നത് പോലും ഒരു ഫേക്ക് ആണെന്നാണ് ലോകം ഇന്നും വിശ്വസിക്കുന്നത്. മൂൺ ലാൻഡിങ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പം 2025 എന്ന് പറയുന്നത് 55, 60, 70 വർഷം മുമ്പ് അവിടെ പോയി എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ, പിന്നെന്തേ പോകാതിരുന്നത്? അമേരിക്ക കാശില്ലാത്തതുകൊണ്ടാണ് പിന്നെ മിഷൻസ് ഒന്നും നടത്താതിരുന്നത്? എന്തേ പിന്നെ ആരും മൂണിൽ പോയില്ല? അവിടെ അന്നിട്ട് പോയ ഷൂ ഇപ്പോൾ കാണാനില്ലാത്തതുകൊണ്ടാണ്? അല്ല അന്നത്തെ ഫ്ലാഗ് കാണാണ്ടായതാണോ? അല്ല അന്നത്തെ വെഹിക്കിൾ കാണാണ്ടായതാണോ? അന്നത്തെ കോട്ടില്ലാത്തതുകൊണ്ടാണോ? ഇതൊക്കെ വേണ്ട. 200 കിലോമീറ്റർ ദൂരെയുള്ള സയൻറ്റിസ്റ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാ എത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നത്? പണ്ട് മൂണിൽ അയച്ചിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളവളാണെങ്കിൽ അത് സാധാരണ ലോജിക്ക്. സെക്കൻഡ് പറയാം, അവിടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂൺ ലാൻഡിങ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ അയക്കുമ്പോൾ ലോകം ഫുൾ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ ചന്ദ്രയാനൊക്കെ നടക്കുന്ന സമയത്ത് അമേരിക്ക അടക്കം ക്ലാപ്പ് ചെയ്തില്ലേ, ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. പണ്ട് 60 കൊല്ലം 65 കൊല്ലം മുമ്പ് 69 കൊല്ലം മുമ്പ് ഇങ്ങനെ അയച്ചൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തിനാണ് അവർ ഇത്ര അത്ഭുതപ്പെടുന്നത്? അന്ന് ഉള്ള ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങളും ഒക്കെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നാസ തന്നെ പറയുന്നു അതിപ്പോൾ ഇല്ല, ഞങ്ങളുടെ കയ്യിൽ കട്ടുകൊണ്ടുപോയിന്നാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇത് ലോകത്തിൽ പലപ്പോഴും ഈ സയൻസിലും ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷനായിട്ട് മാറുന്നൊരു കാലം. അത് അമേരിക്ക ഒരു ഭാഗത്തും റഷ്യ ഒരു ഭാഗത്തും തമ്മിലുള്ള കോമ്പറ്റീഷൻസ്, അത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതിഫലനങ്ങളാണ് ഇത്തരം പൊള്ളക്കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില കോൺഫറൻസുകളിലൊക്കെ അവരെ നന്നായിട്ട് പരിഹസിച്ചുകൊണ്ട് പറയാറുള്ളത് എന്താ അറിയോ, 10-70 കൊല്ലം മുമ്പ് നിങ്ങൾ പോയിട്ടുള്ളടുത്ത് 50 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ പോവും, അത് കഴിഞ്ഞൊരു 100 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ശ്രമിച്ചോളൂ എന്ന് പറയും. അപ്പം അങ്ങനെ പരിഹസിക്കാറുണ്ട്. ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരായി മാറുന്നു. ഇതൊക്കെ സയൻസാണ്, കാരണം സയൻസ് അങ്ങനെയാണല്ലോ എന്നാണ് പറയുക. അപ്പോൾ മൂൺ ഹോക്സ് എന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കിയാൽ കാണാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് പലരും. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നൊരു സംഭവം നമ്മളൊക്കെ ആഘോഷിക്കാറുണ്ട്. ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്.
അത് ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുടെ ഇൻ്റർവ്യൂ ചെയ്തതിൽ അവർ പ്രൂവ് ചെയ്തിട്ടുള്ള ഇങ്ങനെ സംഭവം ലോകത്തില്ല എന്നാണ്. ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞ സാധനമില്ല. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഐസ് ഉരുകുന്നതാ? അത് ഉരുകും, ചിലപ്പം കട്ടിയാവില്ല. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്നത് വളരെ ഫേമസ് ആയിട്ട് മാറിയത് ദ ഇൻകൺവീനിയൻറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ്. ആ സിനിമ ഇറക്കിയിട്ടുള്ളത് പഴയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അൽഗോറാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം. അപ്പോൾ മനസ്സിലാവും അൽഗോർ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് സയന്റിസ്റ്റ് അല്ല, ഒരു പൊളിറ്റീഷ്യനാണ്. ആ വൈസ് പ്രസിഡന്റ് ഒരു സിനിമ ഇറക്കിയത് കൊണ്ട് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ആ സിനിമ ഫേമസ് ആയതുകൊണ്ട് ലോകത്തിലെല്ലാവരും പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്ന്. അപ്പം ഗ്ലോബൽ വാർമിംഗ് കാരണം തോളെ ഉണ്ടാകുന്നത് പറയുന്നതൊക്കെ അത് മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗിൽ MSc കോഴ്സ് പോലും തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്നാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഉള്ളതുകൊണ്ട് മഴയില്ല എന്ന് പറഞ്ഞു. ഇപ്പം വളപട്ടണം പുഴയിൽ അവിടുന്ന് കുറേ മരം മുറിച്ചിട്ടാണ് നമ്മൾ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. പണ്ട് കേരളത്തിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പോയിട്ട് മാപ്പിളയോട് പറഞ്ഞു, മാപ്പിള നിങ്ങൾ മരം മുറിച്ചുകൊണ്ടാണ് മഴയില്ലാത്തതെന്ന്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എങ്ങനെയാ മാഷ കടലിൽ മഴ പെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞോ ഇതുവരെ? അവിടെ മരമൊന്നും ഇല്ലല്ലോ. മനസ്സിലായ? അപ്പോൾ ആ മരം മുറിച്ചിട്ട് മഴയില്ലാണ്ടാവുന്നത്. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ വെള്ളം ആവിയായിട്ട് പോകും. ആവിയായിട്ട് പോയ ഒരു വെള്ളത്തിനും താഴെ വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ താഴത്ത് വരുമ്പോൾ മഴയാവും. അപ്പോൾ ചൂട് കൂടിയാൽ മഴ കൂടുമോ ഇല്ലയോ? മഴ കൂടണം. ഇനി മഴ കൂടുന്ന സമയത്ത് കുറേ ചെടികൾ വളരുമോ ഇല്ലയോ? വളരും. ചെടികൾക്ക് എന്താ വേണ്ടത്? കാർബൺ ഡയോക്സൈഡ്. വണ്ടി ഓടിയാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ വണ്ടി ഓടുമ്പോൾ ചെടികളൊക്കെ സന്തോഷിക്കല്ലേ ചെയ്യാം? അപ്പോൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ തെറ്റുണ്ട്. കാർബൺ മോണോക്സൈഡ് അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ ചെയ്യണത്? വായു എടുക്കുന്ന സമയത്ത് ഓക്സിജൻ കണ്ടന്റ് ഉള്ളതിനെ മാറ്റി ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടലായിരുന്നു. എയർ എടുത്തിട്ട് എയർ പുറത്തു വിടും. എയർ എടുക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് കുറവും ഓക്സിജൻ കൂടുതലും. എയർ പുറത്തു വിടുമ്പോൾ 0.4% കാർബൺ ഡയോക്സൈഡ് എന്നുള്ളത് 4.4 ആയിട്ട് മാറും. 20% ഓക്സിജൻ എന്നുള്ളത് കുറഞ്ഞിട്ട് 16% ആവും. ഈ 4% ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. നമ്മൾ ദുഷ്ട മനസ്സായതും ദുഷ്ട ശരീരമൊക്കെ ആയതുകൊണ്ട് നല്ലതാണെങ്കിൽ അങ്ങനെയൊന്നും മാറില്ല. ഇതിനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തെ പൊല്യൂട്ട് ചെയ്യുന്നത് മനുഷ്യന്മാരല്ലേ? അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് വെഹിക്കിളാണോ മനുഷ്യനാണോ? മനുഷ്യൻ. നമ്മളും ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. ലൈവ് എർത്ത് എന്നാണ് പറയുക. ഇതിലൊന്നും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ വലിയ പ്രതിഭാസത്തിൽ ചെറിയ കോൺട്രിബ്യൂഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാക്കുമ്പോൾ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച ഒരാളാണ് ഇദ്ദേഹം. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലുണ്ടായിരുന്നതാണ്, സയൻറ്റിഫിക് അഡ്വൈസൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്, ISROയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം ഡിനൈ ചെയ്യുന്നത്. ഒന്ന്, ഗ്ലോബൽ, അതായത് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന കാര്യം ഇല്ല, അത് സയൻറ്റിസ്റ്റുകൾ ചുമ്മാ പറയുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അത്യാവശ്യം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ മെയിൻ സ്ട്രീമിലുള്ള ഒരു സയൻറ്റിസ്റ്റുകളും ഈ ഗ്ലോബൽ വാർമിംഗ് ഡിനയേഴ്സ് അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയിലുള്ള വ്യത്യാസം, അതുപോലെ ധാരാളം മഴ പെയ്യുക, ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ട്, അല്ലെങ്കിൽ റൈസിങ് സീ ലെവൽ, കടലിൻ്റെ എന്താ പറയുക, നിരപ്പ് കൂടുക, ഇതെല്ലാം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതാണ്. ഇനി അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് മൂൺ ലാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്ക മൂൺ ലാൻഡിങ്, അപ്പോളോ 11 മിഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷനിൽ വളരെ വഴിത്തിരിവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾ പോകാത്തതെന്നാണ്. ഈ നീൽ ആംസ്ട്രോങ് അല്ലെങ്കിൽ ബെയ്സ് ആൾഡ്രിൻ മാത്രമല്ല മൂണിൽ പോയിട്ടുണ്ടെന്നുള്ളത് എന്തുകൊണ്ട് ഇദ്ദേഹം മറച്ചു വയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ഷോയിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാവാനാണ് സാധ്യത. ഈ മൂണിനെ ചുറ്റി, അല്ലെങ്കിൽ മൂൺ മിഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആ സമയത്ത് തന്നെ ഏതാണ്ട് 24ഓളം ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ മൂണിനെ ചുറ്റിയടിച്ച് തിരിച്ചു വരികയായിരുന്നു, ചിലത് മൂണിൽ ഇറങ്ങിയിട്ടുള്ള മിഷനായിരുന്നു. അപ്പോളോ 11 ശേഷം അപ്പോളോ 12 അപ് ടു അപ്പോളോ 17 6 മിഷനുകൾ വേറെ ഉണ്ടായിരുന്നു. ഇതിൽ അപ്പോളോ 13 മാത്രം അവർക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം തിരിച്ചു വരികയായിരുന്നു, അവരുടെ ഇറങ്ങുന്ന പേടകത്തിനകത്തുള്ള പ്രശ്നം കാരണം. ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങിയതാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആദ്യമായിട്ട് പോകുന്നതിലൊരു ഒരു അർത്ഥമുണ്ട്. മൂണിൽ പോയി ആദ്യമായി കാലുകുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഫീറ്റ് ഓഫ് എഞ്ചിനീയറിംഗ്, ഫീറ്റ് ഓഫ് സ്പേസ് എക്സ്പ്ലോറേഷനാണ്. ഇപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ നമുക്ക് മാർസിലോട്ട് ആദ്യം പോകുന്നത് ആര് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ മൂണിൽ ഇനിയും അങ്ങനെ ഒരാളിനെ വിട്ട് അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യം നിങ്ങൾ ആലോചിക്കണം. അതിനകത്തൊരു എന്തൊരു കാര്യം അതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ അത് അതിൻ്റെ പേലോഡിൻ്റെ ഭാഗമാണ്. നമ്മൾ അതിനെ അങ്ങോട്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഊർജ്ജം ചിലവാക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു റോബോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യാമറ വിട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ ആക്ച്വലി മൂണിലേക്ക് ആളിനെ വിടേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ ഒരു എന്താ പറയുക, ആളുകൾ പോകുന്നില്ല എന്നുള്ള പരാതി കാരണം 2026 മിക്കവാറും ഒരു മൂൺ മിഷൻ കാണും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ചൈനയും ഇന്ത്യയും എല്ലാം മൂൺ മിഷനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനി നടക്കുകയും ചെയ്യും. ഇനി ബാക്കി പറയുന്നത് കേട്ടിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. അല്ല, അന്നത്തെ വെഹിക്കിൾ കാണാൻ വേണം, അന്നത്തെ കോട്ടില്ലാത്തതുകൊണ്ടാണോ? ഇതൊക്കെ വേണ്ട. 200 കിലോമീറ്റർ ദൂരെയുള്ള സയൻറ്റിസ്റ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാ എത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നത്? പണ്ട് ബോയിങ്ങിൻ്റെ ഒരു പേടകത്തിലാണ് ശരിക്കും സുനിത വില്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് അവർ ആ പോയ പേടകത്തിനകത്തൊരു ഹീലിയമിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു. അത് അടുത്താണെങ്കിൽ ഇപ്പോൾ ബോയിങ് 787 ഡ്രീം ലൈനർ തകർന്നത് എന്തുകൊണ്ട് എന്താണെന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ടെക്നിക്കൽ ഫോൾട്ട് നമ്മൾ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടിറക്കിയ ഈ ബോയിങ്ങിൻ്റെ ഈ പറഞ്ഞ പേടകം അവരെ വിട്ടിട്ട് ഒരു ചെറിയ മിഷൻ കഴിഞ്ഞ് തിരിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിനകത്തൊരു ഹീലിയം ലീക്ക് കണ്ടപ്പോൾ സുനിത വില്യംസിനെ അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അവരവിടെ നിർത്തിയതിന് ശേഷം തിരിച്ച് വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുകൂലമായ കാലാവസ്ഥ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ മൂൺ മിഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ 3,84,000 കിലോമീറ്ററാണ് ശരാശരി ദൂരം ചന്ദ്രനിലേക്ക്. പക്ഷേ സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചതുപോലെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രത്യേകതരം പാത്തെടുത്ത് മാത്രമേ, ഒരു വഴിയിൽ കൂടി മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കെയർഫുൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ മാർസ് മിഷൻ എന്തിനു വേണ്ടിയാണ് ഒരു പ്രത്യേക വിൻഡോ നോക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർസ് ഏറ്റവും അടുത്തുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ ഏറ്റവും ദൂരം കുറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ആ മിഷൻ വളരെ ഈസി ആയിട്ട് നടക്കുമെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു വിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കിലോമീറ്ററുള്ള ദൗത്യങ്ങളിൽ എപ്പോഴും നമ്മൾ ആ ഒരു സമയം നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം സയൻറ്റിസ്റ്റാണ്, ISROയുടെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മൂൺ മിഷൻ ഹോക്സ് ആണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മൂണിൽ അയച്ചിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അത് സാധാരണ ലോജിക്ക്. സെക്കൻഡ് പറയാം, അവിടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂൺ ലാൻഡിങ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ അയക്കുമ്പോൾ ലോകം ഫുൾ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ ചന്ദ്രയാനൊക്കെ നടക്കുന്ന സമയത്ത് അമേരിക്ക അടക്കം ക്ലാപ്പ് ചെയ്തില്ലേ, ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. പണ്ട് 60 കൊല്ലം 65 കൊല്ലം മുമ്പ് 69 കൊല്ലം മുമ്പ് ഇങ്ങനെ അയച്ചൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തിനാണ് അവർ ഇത്ര അത്ഭുതപ്പെടുന്നത്? അന്ന് ഉള്ള ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങളും ഒക്കെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നാസ തന്നെ പറയുന്നു അതിപ്പോൾ ഇല്ല, ഞങ്ങളുടെ കയ്യിൽ കട്ടുകൊണ്ടുപോയി. അന്ന് ചന്ദ്രനിലെടുത്ത പടങ്ങൾ നാസ തന്നെ പറയുന്നു ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പോയി നാസയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും അന്നെടുത്ത ഹാസൽബ്ലാഡ് എന്ന് പറഞ്ഞ ക്യാമറയിലെടുത്ത എല്ലാ ചിത്രങ്ങളും അവൈലബിൾ ആണ്. നാസയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം എന്ന് പറയുന്നത് SSTV എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് അന്ന് ലൈവായിട്ട് അവരവിടെ ഇറങ്ങുന്നത് ട്രാൻസ്മിറ്റ് ചെയ്തത്. SSTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ഫ്രെയിം റേറ്റിലാണ് അന്ന് എടുത്തത്. നമ്മൾ സാധാരണ ഇപ്പോൾ ക്യാമറയൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 60 frames per second ഒക്കെയാണ്. പക്ഷെ അന്ന് ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് വരണം എന്നുള്ളതുകൊണ്ട് ചന്ദ്രനിൽ നിന്ന്, അതായത് 3 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ 1 സെക്കൻഡിൽ കൂടുതൽ ഡിലേ വരും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രെയിം കിട്ടാത്തത് കൊണ്ട് സ്ലോ ഫ്രെയിം റേറ്റിൽ വന്നതിനെ ഇപ്പോൾ നമ്മളിപ്പോൾ ചോട്ടാ മുംബൈ റീമാസ്റ്റർ ചെയ്ത് 4Kയിൽ ഇറക്കി എന്ന് പറഞ്ഞ പോലെ നാസ അതിനെ വേറൊരു ടേപ്പിലേക്ക് നോർമൽ സ്പീഡിലാക്കിയിട്ട് ആ ഒറിജിനൽ ടേപ്പുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ റീമാസ്റ്റർ ചെയ്ത ടേപ്പുകൾ ഇന്നും അവൈലബിൾ ആണ്, നാസയുടെ ആർക്കൈവ്സിലുണ്ട്. അതുപോലെ നാസയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്നും ആ എടുത്ത ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതില്ല എന്ന് പറയുന്നത് തെറ്റാണ്, കള്ളത്തരമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ലോകത്തിൽ പലപ്പോഴും ഈ സയൻസിലും ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷനായിട്ട് മാറുന്നൊരു കാലം. അത് അമേരിക്ക ഒരു ഭാഗത്തും റഷ്യ ഒരു ഭാഗത്തും തമ്മിലുള്ള കോമ്പറ്റീഷൻസ്, അത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതിഫലനങ്ങളാണ് ഇത്തരം പൊള്ളക്കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില കോൺഫറൻസുകളിലൊക്കെ അവരെ നന്നായിട്ട് പരിഹസിച്ചുകൊണ്ട് പറയാനും പൊല്യൂഷൻ ഉണ്ടാക്കില്ല. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കിയത് ഏത് രാജ്യമാണ്? കുവൈറ്റ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് കുറച്ച് സ്കിപ്പ് ചെയ്താണ് സമയം ലാഭിക്കാനായിട്ടാണ്. അതായത് അമേരിക്കയാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി സംസാരിക്കുന്നത്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റ് വാറിൽ എണ്ണക്കിണറുകളിൽ തീയിട്ടപ്പോൾ ഉണ്ടായത് ഇന്ത്യയിലെ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന 10 വർഷം ഉണ്ടാകുന്ന പൊല്യൂഷനേക്കാൾ
കൂടുതലാണ് കുവൈറ്റ് വാറിൻ്റെ സമയത്തുണ്ടായത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അത് ആക്ച്വലി തെറ്റാണ്, വസ്തുതാപരമായി തെറ്റാണ്. ഏതാണ്ട് 330 മില്യൺ മെട്രിക് ടണ്ണാണ് ആ സമയത്ത് കുവൈറ്റിലെ വെല്ലുകൾ കത്തിയപ്പോൾ ഉണ്ടായത്. പക്ഷേ ഇന്ത്യ വാഹനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വിടുന്നത് 10 വർഷം വരുമ്പോൾ ഏതാണ്ട് 1.2 ഗിഗാ ടൺ വരും. അതായത് 1 കഴിഞ്ഞ് 9 പൂജ്യമുള്ള അത്രയും മെട്രിക് ടണ്ണാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ വസ്തുതാപരമായി തന്നെ തെറ്റാണ്. ഇത് ഈ ABC മലയാളം എന്ന് പറയുന്ന ന്യൂസിൽ ഈ ചാനലിൽ വരുന്ന മിക്കവാറും ഉള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള അസത്യമായിരിക്കും. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ കഴിയാത്തത് ഇതേ ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ഡീബങ്ക് ചെയ്യാനായിട്ട് ഇത്രയും സമയം എടുക്കുന്നുള്ളതാണ്. ഒന്ന് ഫോർവേഡ് ചെയ്ത് കാണാം. ഗ്ലോബൽ വാർമിംഗ് കാരണം തോള ഉണ്ടാകുന്നത് പറയുന്നതൊക്കെ അത് മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗിൽ MSc കോഴ്സ് പോലും തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്നതാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഉള്ളതുകൊണ്ട് മഴയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം വളവട്ടണം പുഴയിൽ അവിടുന്ന് കുറേ മരം മുറിച്ചിട്ടാണ് നമ്മൾ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. പണ്ട് കേരളത്തിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പോയിട്ട് മാപ്പിളയോട് പറഞ്ഞു, മാപ്പിള നിങ്ങൾ മരം മുറിച്ചുകൊണ്ടാണ് മഴയില്ലാത്തതെന്ന്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എങ്ങനെയാ മാഷ കടലിൽ മഴ പെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞോ ഇതുവരെ? അവിടെ മരമൊന്നും ഇല്ലല്ലോ. മനസ്സിലായ? അപ്പൊ ആ മരം മുറിച്ചിട്ട് മഴയില്ലാണ്ടാവുന്നത്. അപ്പൊ ഈ ചൂട് കൂടുമ്പോൾ വെള്ളം ആവിയായിട്ട് പോകും. ആവിയായിട്ട് പോയ ഒരു വെള്ളത്തിനും താഴെ വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ താഴത്ത് വരുമ്പോൾ മഴയാവും. അപ്പൊ ചൂട് കൂടിയാൽ മഴ കൂടുമോ ഇല്ലയോ? മഴ കൂടണം. ഇനി മഴ കൂടുന്ന സമയത്ത് കുറെ ചെടികൾ വളരുമോ ഇല്ലയോ? വളരും. ചെടികൾക്ക് എന്താ വേണ്ടത്? കാർബൺ ഡയോക്സൈഡ്. വണ്ടി ഓടിയാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ വണ്ടി ഓടുമ്പോൾ ചെടികളൊക്കെ സന്തോഷിക്കല്ലേ ചെയ്യാം? അപ്പൊ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. കാർബൺ മോണോക്സൈഡ് അത് വളരെ കുറച്ച് മാത്രമേ. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നും. മരങ്ങൾക്ക് എന്താ ആവശ്യം? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? മരങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യം എപ്പോഴാണ്? അല്ലെങ്കിൽ മരങ്ങൾ സ്വാഭാവികമായിട്ട് ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്ന ചെടികൾ തന്നെ. ഇപ്പോൾ ക്യാമ്പ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞാൽ ആല് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേറെ രീതിയാണെങ്കിലും സാധാരണഗതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ഫുഡിൻ്റെ പ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്താണ് അതിന് ആവശ്യമുള്ളത്. ഇനി മഴ പെയ്യുന്നത് കാടുള്ളിടത്ത് അവിടെ തന്നെ അല്ല മഴ പെയ്യുന്നത്. കാടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ മഴ പെയ്യാറുണ്ട്, കടലിൽ മഴ പെയ്യാറുണ്ട്. മരങ്ങൾക്ക് മഴ പെയ്യിക്കുന്നതിൽ ചിലതരം പ്രത്യേകതരം ക്ലൗഡ്സിനെ അത് എന്താ പറയുക തടഞ്ഞു നിർത്തുക, അവിടെ കണ്ടൻസേഷൻ സംഭവിപ്പിക്കുക, അല്ലെങ്കിൽ മണ്ണിൽ നിന്നുള്ള താഴെ നിന്ന് വലിച്ചെടുക്കുന്നത് ഇലകൾ വഴി മുകളിലേക്ക് വിടുക തുടങ്ങിയ റോളുകളാണ് മഴയും ഈ മേഘവുമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് വിടുന്ന അദ്ദേഹം പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡല്ല, കാർബൺ മോണോക്സൈഡാണ്. സാധാരണഗതിയിൽ നമ്മുടെ വണ്ടിയുടെ എല്ലാ പൊല്യൂഷനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നതിനകത്ത് ഒരു കോമ്പണൻ്റാണ് ഈ കാർബൺ മോണോക്സൈഡ്. വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നേരെ ചൊവ്വേ ഓക്സിജൻ അത് ബേൺ ചെയ്യാതെ വരുമ്പോഴോ ആണ് കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വിടുന്നത്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് മെയിനായിട്ടുള്ള അതിൻ്റെ എമിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ വണ്ടിയിലെ പൊല്യൂഷൻ റെഗുലേറ്റ് ചെയ്യുന്ന വഴി മൊത്തത്തിലുള്ള കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ടെക്നിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ന് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരാശരി ടെമ്പറേച്ചർ കൂടുന്നത് ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് കുറേ ഉണ്ട് നമുക്ക്. അതെ, ഇതേ ലെവലിലുള്ള പ്രഭാഷണമാണ് ഇയാളുടെ മൊത്തമായിട്ട് വരുന്നത്. 100% നമുക്ക് ഷുഗർ മാറുമെന്ന് ഉറപ്പല്ലേ? 101%. 3 മാസം കൊണ്ട് തന്നെ ക്ലിയർ ഔട്ട് ആവും. എല്ലാ മരുന്നും നിർത്തും. ഒരു മരുന്നും ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള ഒരു മരുന്ന് പിന്നെ വേണ്ടവർക്ക്. ഷുഗർ മാറുമെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്കും വിശ്വാസമാവില്ല. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ജോസഫ് വൈദ്യരോട് ചോദിക്കാം. കാരണം ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇദ്ദേഹത്തിനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള 6 അനുബന്ധമായിട്ട് ഒരു വീഡിയോ കൂടി ഇട്ടുതരാം, സെയിം കാറ്റഗറി. ഒറ്റ സാധനം മതി നിങ്ങളെ ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റാം. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് എൻ്റെ കൂടെ. ആരതി ഡോക്ടറുണ്ട്. ഡോക്ടറെ, മൊത്തം കോകെ കൃഷിയാണല്ലേ? കോകെ കൃഷിയാണ്. കാരണം നമ്മുടെ ആയുർവേദത്തിൽ വരുന്ന പലരും ഷുഗർ പേഷ്യന്റ് ഷുഗർ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. നമുക്ക് പല മെഡിസിൻസും അറിയാം, ഷുഗർ ചെയ്യാനുള്ള ഒറ്റമൂലിയുടെ കാര്യങ്ങളെല്ലാം പലരും ചെയ്യുന്നതും ആയിരിക്കാം. പക്ഷെ ഈ ഒരു കോവയ്ക്കയുടെ ഗുണം പലർക്കും അറിയില്ല. എങ്ങനെ ഡോക്ടറെ ഈ കോവയ്ക്ക കൊണ്ട് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതൊരു ജൈവ കൃഷി അറിയാലോ. നമ്മളിവിടെ സുഹേൽ കാണുമ്പോൾ അറിയാം, നമ്മൾ കോവയ്ക്ക നട്ടുള്ളത്. നമ്മളിവിടെ പേഷ്യൻസിന് അത്യാവശ്യം ഉള്ളവർക്കെല്ലാം കോവയ്ക്ക കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ജൈവ കൃഷി ഉള്ളുന്നുണ്ട്.
അപ്പൊ ഇതിനകത്ത് നമ്മള് ഷുഗറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കോവയ്ക്ക എന്ന് പറയുന്നത്. പലർക്കും ചിലപ്പോൾ അതൊരു പരിഹാസ്യമായിട്ട് തോന്നിയേക്കാം. കാരണം നമ്മുടെ ഈ കഴിക്കുന്ന പച്ചക്കറികളുടെ പലതിന്റെ മൂല്യം പലതും അറിയാതെയാണ് നമ്മൾ കഴിച്ചു പോകുന്നത്. അപ്പൊ ഈ കോവയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് അറിയാലോ, പാൻക്രിയാസ് ആണ് നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെ ഉത്തേജിപ്പിച്ച് അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോവയ്ക്ക സഹായിക്കുന്നുണ്ട്. അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന സെൽസിനെ പുനർജീവിപ്പിക്കാനും നമുക്ക് കോവയ്ക്ക് ഒരു കഴിവുണ്ട്. ചെറിയ ആളല്ല, ചെറിയ സാധനമല്ല കോവയ്ക്ക. ഹരീഷ് ഡോക്ടർ, മെയിനായിട്ട് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാനുള്ള ഒരു കാര്യമാണ് ഷുഗർ. ഒരുവിധ എല്ലാവർക്കും ഒക്കെ ഡയബറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈസിലി എന്ത് റെമഡി എന്നാലും അത് ട്രൈ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ആട്ടുകാട്ടം കഴിച്ചാൽ ഷുഗർ മാറുന്നാൽ ആളുകൾ റെഡിയാണ് കഴിക്കാൻ. അത്രയും ആളുകൾക്ക് ഇതിൻ്റെ അഫിനിറ്റി കൂടുതലാണ് ഇങ്ങനെയുള്ള സാധനം, ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഒന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ചികിത്സ സജസ്റ്റ് ചെയ്യുന്നത് ഷുഗറിനും ക്യാൻസർ, ഈ 2 വാക്കുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കാറ്. എസ്പെഷ്യലി നമ്മൾ ആ ഷുഗർ എന്നുള്ള വാക്ക് ഒരു പ്രൊഫഷണൽ, ഒരു കോട്ടൊക്കെ ആയിട്ട് ഒരു വ്യക്തി ഷുഗർ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ, നമ്മൾ വളരെ സാധാരണക്കാർ പറയുന്നതാണ്. ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര അസുഖം എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ആയിട്ട് വരുന്ന ഒരു അസുഖത്തിനെയാണ് സാധാരണ ഷുഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് മെക്കാനിസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ അടക്കമുള്ള കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വേണമെങ്കിൽ അതിന് ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ സഹായം ആവശ്യമുണ്ട്. കാരണം ബ്ലഡിലുള്ള ഈ കാർബോഹൈഡ്രേറ്റ്, ഈ ഷുഗറിനെ കോശങ്ങൾക്കകത്തേക്ക് കടത്തിവിടണമെങ്കിൽ ഇൻസുലിൻ വേണം. കോശത്തിനകത്തെത്തിയാൽ മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബ്ലഡിലുണ്ടായിട്ട് കാര്യമല്ല. സോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമ്മുടെ ബ്ലഡിലുണ്ടാവും. ഇത് പാൻക്രിയാസിലെ ബീറ്റാ സെല്ലിൽ പോയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിഗർ വരുന്നു. ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു, ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള ഹൈപ്പർ ഗ്ലൂക്കോസ് മൊത്തം കോശങ്ങൾക്കകത്ത് പോകുന്നു. അങ്ങനെ കോശങ്ങൾക്ക് എനർജി ലഭിക്കാനായിട്ട്, എനർജി ഉണ്ടാക്കാനായിട്ട് ഷുഗർ കിട്ടും. ഇതാണ് അടിസ്ഥാന മെക്കാനിസം. ഈ ഡയബറ്റീസിൽ സംഭവിക്കുന്നത്, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 വേറെ മെക്കാനിസമാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ഇൻസുലിൻ പ്രതിരോധമാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഗ്ലൂക്കോസ് എത്തുന്നു, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന സ്റ്റാറ്റസ് വരുന്നു, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇൻസുലിന് പ്രോപ്പറായ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല കോശങ്ങളിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നുള്ള സ്റ്റാറ്റസ് അവിടെ നിൽക്കുകയാണ്. കോശങ്ങൾക്ക് അകത്തേക്ക് കടന്നു ചെല്ലാൻ ഈ ഷുഗറിന് പറ്റുന്നില്ല. അങ്ങനെ എനർജി ഹൈപ്പർ ഇൻസുലിനീമിയ പ്ലസ് ഹൈപ്പർ ഗ്ലൈസീമിയ രണ്ടും ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് ഈ പറയുന്ന ബീറ്റാ കോശങ്ങൾ അമിതമായി ഉത്തേജിപ്പിച്ചിട്ട് അതിന് നശിച്ചു പോകുന്നു. അങ്ങനെ ഇൻസുലിൻ്റെ അളവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവും കുറയുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ഇവർ ആദ്യം പറഞ്ഞ മെക്കാനിസം എന്തായിരുന്നു? ട്രീറ്റ്മെൻറ്റ് 101%. അത് ഈ പൊടിക്കൈകൾ, ഇതൊരു മെറ്റബോളിക് ആയിട്ടുള്ള കണ്ടീഷനാണ്, വളരെ ക്രോണിക് ആയിട്ടുള്ള. ഒരു പക്ഷേ നമ്മളിത് തുടങ്ങിയ ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ്, റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾ ഡയബറ്റിക് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. സോ ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവ്യ ഔഷധം വെച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു പൊടിക്കൈ വെച്ചുകൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ പാത്തോഫിസിയോളജിക്ക് എതിരാണ്. ഇതിൻ്റെ ഒരുപാട് രീതിയിലുള്ള ചികിത്സയുണ്ട്. മെഡിസിൻസ് ഒരു വഴി മാത്രമാണ്. നിങ്ങളുടെ മെറ്റബോളിക് ആയതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റ്, നിങ്ങളുടെ റൂട്ടീന്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, എക്സസൈസുകൾ, ഇതെല്ലാം കൂടി ചേർന്നുള്ള പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ പല ബഹുമുഖ ചികിത്സയിലൂടെ മാത്രമേ നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള മെറ്റബോളിക് കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു പൊടിക്കൈ ഉപയോഗിച്ചുകൊണ്ട്, ഒറ്റമൂലി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ട് അബദ്ധം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ ഇതിൽ പറയുന്നത് 3 മാസം കൊണ്ട് മരുന്ന് നിർത്താമെന്ന്, എല്ലാവിധ മരുന്നും നിർത്താമെന്ന്. അങ്ങനെ ഒരു ഷുഗറിൻ്റെ കണ്ടീഷനിൽ അങ്ങനെ നിർത്താൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനെ കൂടി ഒന്ന് ആഡ് ചെയ്തു. സാധാരണ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പം വളരെ ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഇനീഷ്യൽ ആ ഗ്ലൈസീമിക് സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിസിൻസ് കൊടുക്കും. ആ പേഷ്യൻറ്റിന് മറ്റ് രീതിയിലുള്ള എക്സസൈസ് പോലെയുള്ള ഡയറ്റ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഡയബറ്റിക് ഈ പറയുന്ന ഗ്ലൈസീമിക് സ്റ്റാറ്റസ് കൺട്രോൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കുറച്ച് വേണമെങ്കിൽ നിർത്താം. ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും ഏജും മറ്റ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എല്ലാം. പക്ഷേ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻസ് വേണം. അത് 3 മാസം കഴിഞ്ഞ് ഒറ്റയടിക്ക് നിർത്തുകയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന ഗ്ലൈസീമിക് സ്റ്റാറ്റസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതനുസരിച്ചാണ്. മിക്ക ആളുകൾക്കും
കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ കൂടെ വേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നിർത്തുന്ന സമയത്ത് ഇത് പലപ്പോഴും വഷളാവുകയാണ്. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷുഗർ കൂടിയിരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാമല്ലോ. ഷുഗർ കൂടിക്കോട്ടെ, നല്ലതല്ലേ. ഷുഗർ കൂടിയതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻഡ് ഓർഗൻ ഡാമേജ്, അതാണ് ശരിക്കും സംഭവിക്കുന്നത്. റെറ്റിനോപ്പതി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആർട്ടറികളിൽ വരുന്ന മാറ്റങ്ങൾ, സ്ട്രോക്ക്, ബ്ലഡ് വെസൽസ് പൊട്ടാനും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ, ഇതൊക്കെയാണ് ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസ്. ഇങ്ങനെ ക്രോണിക്കായിട്ട് ഉള്ള പതുക്കെ വരുന്ന ചേഞ്ചസ് ആണ് പലപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് യഥാർത്ഥത്തിൽ പ്രശ്നമാകും. ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു വില്ലനായി മാറുന്നത് ഈ ക്രോണിക് കണ്ടീഷൻസിലേക്ക് പോകുമ്പോഴാണ്. സോ പെട്ടെന്ന് അറിയില്ല, ഷുഗർ കൂടിയിരിക്കുന്നു, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാം. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ അപ്പോൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല, ഇറിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഗ്ലൈസീമിക് സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് മരുന്ന് കഴിച്ചിട്ടോ ബാക്കി ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാം. സോറി, ഇതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ കോവയ്ക്ക എന്ന് പറയുന്നത് കോക്സീനിയ ഗ്രാൻഡിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഷുഗർ കുറയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസിന് മറുമരുന്നായിട്ടുണ്ടോ എന്നുള്ളതിന് എന്തെങ്കിലും പഠനം ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഗൂഗിൾ സ്കോളർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാം ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള കുറേ പേപ്പറുകളാണുള്ളത്. അതിനകത്ത് കൂടുതലും ഇൻ വിട്രോ ഇൻ വൈവോ സ്റ്റഡീസാണ്. അല്ലെങ്കിൽ മനുഷ്യനിലല്ല, അല്ലാതെ വേറെ പല രീതിയിൽ, ഒന്നുകിൽ ടെസ്റ്റ് ട്യൂബിനകത്ത് നടത്തിയ പഠനങ്ങളോ അല്ലെങ്കിൽ എലികളിൽ നടത്തിയ പഠനങ്ങളോ ഒക്കെയാണുള്ളത്. മനുഷ്യനിൽ നടത്തിയ ഒരു പഠനമുണ്ട്, അത് ഈ കോവയ്ക്ക് കൊടുത്തിട്ടല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇല അരച്ച് കൊടുത്തിട്ട് ശ്രീലങ്കയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺക്ലൂഷൻ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്ലസീബോ കൺട്രോൾഡ് സ്റ്റഡി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൂപ്പിനും എന്തെങ്കിലും കൊടുക്കണം. അതിനവർ കറിക്ക് ഉപയോഗിക്കുന്ന ഒരു സാലഡ് പോലത്തെ ഒരു സംഗതിയെ കൊടുത്തത്. അത് കഴിഞ്ഞ് കൺക്ലൂഷനിൽ എന്താ വന്ന് നോക്കൂ. ഇൻ കൺക്ലൂഷൻ, കോക്സീനിയ ഗ്രാൻഡിസ് ഹാസ് എ ബ്ലഡ് ഷുഗർ ലോവറിംഗ് എഫക്റ്റ്. Further studies are needed to extract the active component of the herb, explore the mechanism of action and determine the dosage of the drug and the side effects. Side effects അതിൻ്റെ ഡോസോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നെന്നോ ഏതാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന കോമ്പണൻ്റ് എന്നോ കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടി കൂടുതൽ പഠനം വേണം എന്നാണ് ആ പഠനത്തിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തെളിവൊന്നുള്ള ഒരു കാര്യമല്ല എന്നാണ് ആ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയാണ് ഇവർ വളരെയധികം ആധികാരികമായിട്ട് പറയുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് അവരുടെ അടുത്ത് മെക്കാനിസം ഓഫ് ആക്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് എന്നുള്ള ഒരു ഉത്തരവാണ്, അല്ലാതെ അതല്ല അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെന്നാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 1954 ഇറങ്ങിയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതിനകത്ത് പല അമെൻമെൻറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ലാത്ത ചില രോഗങ്ങളുണ്ട്. അതിനകത്ത് രണ്ടാമത്തതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ക്യാൻസറാണ്, രണ്ടാമത്തെ ഡയബറ്റീസ് ആണ്, എപ്പിലെപ്സി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തടി കുറയ്ക്കാനുള്ളത്, HIV മരുന്ന്, ഒബീസിറ്റി, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നുള്ളതിന് പർപ്പസ് ഓഫ് ദി ആക്ട് പറയുന്നുണ്ട്. പ്രൊട്ടക്ട് ദ പബ്ലിക് ഫ്രം ഫാൾസ് ക്ലെയിംസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. പൊതുജനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള തെറ്റായ ക്ലെയിമുകൾ പറഞ്ഞ്. പ്രിവെൻറ്റ് സെൽഫ് മെഡിക്കേഷൻ, സ്വയം മരുന്ന് എടുക്കാതിരിക്കാൻ, ഫോർ സീരിയസ് ആൻഡ് ക്രോണിക് കണ്ടീഷൻസ്. Ensure only scientifically proven treatments are promoted to the public. ജനങ്ങളിലേക്ക് ശാസ്ത്രീയമായി തെളിവുള്ള മരുന്നുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Can treatment be still be offered? അതായത് രോഗികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചികിത്സകന് കൊടുക്കാമോ എന്ന് വെച്ചാൽ they cannot publicly claim. ഒരിക്കലും അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല ഷുവർ 100% or permanent cure. 100% രോഗസൗഖ്യം കിട്ടുന്നോ ഇത് തീർച്ചയായിട്ടും അസുഖം മാറ്റുമെന്നോ പറയാൻ പാടില്ല. ഇതാ നിയമത്തിലുള്ളതാണ്. അവിടെയാണ് 101% എന്ന ആദ്യത്തെ വൈദ്യൻ പറയുന്നത്. അപ്പോൾ നിയമപരമായി തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുക്കാം. ഉണ്ടെങ്കിലും കൂടെ വന്നാൽ ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരു 30 സെക്കൻഡിൽ ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി തന്നാൽ മതി. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, കോവിഡ് വാക്സിൻ എടുത്തവർ മരണം കൂടുന്നതായി പറയുന്നുണ്ട്, ശരിയാണോ? കോവിഡ് വാക്സിൻ എടുത്തവരിൽ മരണം കൂടുന്നതായി പറയുന്നത് ശരിയാണോ? തെളിവ് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും. അങ്ങനെ കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ള തെളിവുകളൊന്നുമില്ല. ഒരു തുള്ളി സെമൻ എന്ന് പറയുമ്പോൾ 1000 ഡ്രോപ്പ് രക്തത്തിന് തുല്യമാണ്.
ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കവിളൊട്ടും, നിങ്ങൾ മെല്ലെ മെല്ലെ ശോഷിച്ചു വരും, പതിയെ പതിയെ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും. നമ്മൾ മാസ്റ്റർബേഷനെ കുറിച്ചാട്ടോ സംസാരിക്കുന്നത്. പലരും ഇത് ചെയ്തതോർത്തിട്ട് വല്ലാത്ത കുറ്റബോധം പേര് നടക്കുന്നവരുണ്ട്, അതോർത്ത് ഡിപ്രസ്ഡ് ആവുന്നവരുണ്ട്. അതേസമയം അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. നോക്കൂ, ഇത് ശരീരത്തിന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു 5 വയസ്സ് തൊട്ടൊക്കെ നമുക്കിത് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള നമ്മളുടെ സെക്ഷുവൽ ടെൻഷൻ റിലീസ് ചെയ്യാനും നമ്മളുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മാസ്റ്റർബേഷൻ. അതേസമയം ഇത് തുടർച്ചയായിട്ടും അമിതമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. മാസത്തിൽ 1-2 തവണ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കില്ലായിരിക്കാം. ഇത് തുടരെ തുടരെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങും. നമുക്ക് വല്ലാതെ കുറ്റബോധം വരിക, ഉത്കണ്ഠ വരിക, നമ്മുടെ ജോലിയിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതാവുക, എല്ലാത്തിലുള്ള നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കുറഞ്ഞു വരിക. നമ്മുടെ പെരുമാറ്റത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടെത്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു മാസ്റ്റർബേഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു നേരായ രീതിയിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് സ്വാഭാവികമായിട്ടും താല്പര്യം കുറഞ്ഞു കാണാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സൊല്യൂഷൻ നോക്കാം നമുക്ക്. ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഭയങ്കര പ്ലസന്റ് ആൻഡ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു രീതിയിലും ഒരു ഐസൊലേഷൻ ഫീൽ നമുക്ക് തോന്നാതിരിക്കുക, ഒരു രീതിയിലും വർക്ക് സ്ട്രെസ് നമ്മളെ ബാധിക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളെ എൻഗേജ് ചെയ്യുക. അതായത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യണം. അത് വായനയാവാം, വർക്ക്ഔട്ട് ആവാം, മെഡിറ്റേഷൻ ആവാം, എനിത്തിങ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ റിലീജിയസ് പുഷാണ്, റിലീജിയസ് പ്രഷറാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഒന്ന് പറയും. അല്ല, ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ പറഞ്ഞത് ഓക്കെയാണ്. കാരണം മാസ്റ്റർബേഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അവർ എക്സ്പോസ് ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളത് ഒരുപാട്, ഇപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. നിങ്ങളുടെ ശരീരത്തിലെ സെമൻ എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നും ഊറി ഉണ്ടാകുന്നതാണ്. അത് ബ്ലഡ് ലോസ് ഉണ്ടാവും, പ്രോട്ടീൻ ലോസ് ഉണ്ടാവും, ഭാവിയിലുള്ള നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് ആ ടീനേജ് കാലഘട്ടത്തിലൊക്കെയുള്ള കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് സാധാരണഗതിയിൽ. സോ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നോർമൽ സെക്ഷുവാലിറ്റിയോടുള്ള താല്പര്യക്കുറവ് മൂലം ഒന്നും ചെയ്യുന്ന കാര്യമല്ല. ഇറ്റ്സ് എ നോർമൽ തിങ്. പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതെപ്പോഴാണ് പ്രശ്നമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡിക്ഷനിലേക്ക്, പലപ്പോഴും ഒരു പോണോഗ്രാഫിക് അഡിക്ഷനുമായൊക്കെ കണക്റ്റഡ് ആയിട്ട് ഒരു അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് നമ്മൾ പോകാറുണ്ട്. നമ്മളിപ്പോൾ ലഹരി വസ്തുക്കളോട് നമ്മുടെ തലച്ചോറ് അഡിക്റ്റഡ് ആവുന്ന പോലെ ചില പെരുമാറ്റങ്ങളോട് നമ്മുടെ തലച്ചോറ് അഡിക്ഷൻ, നമ്മൾ ബിഹേവിയറൽ അഡിക്ഷൻ എന്നാണ് പറയുക. അത്തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോണോഗ്രാഫി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. മറ്റ് കാര്യങ്ങളൊന്നും താല്പര്യമില്ലാതെ, മറ്റ് ശാരീരികമായിട്ടുള്ളതോ സോഷ്യലായിട്ടുള്ളതോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയറും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും ഇത്തരത്തിലുള്ള പോണോഗ്രാഫി കാണാനും മാസ്റ്റർബേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അസുഖത്തിലേക്ക് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇതുമൂലം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നോർമലായിട്ടുള്ള ജീവിതത്തെ ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു രോഗാവസ്ഥയായിട്ട് കാണുന്നത്. ഇത് കൃത്യമായ രീതിയിൽ ഇത് ഡയഗ്നോസ്, ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ മാസത്തിൽ 2 തവണ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡിക്റ്റഡ് ആവും, അത് തെറ്റാണ്. അങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി സെർട്ടൈനായിട്ട് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇതാണ്: നിങ്ങളുടെ നോർമലായിട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ, ജീവിതത്തിൽ നിന്ന് മറ്റു രീതിയിൽ കിട്ടുന്ന പ്ലഷറുകൾ, ഇപ്പോൾ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു, ഗെയിം കളിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട്. ഇതിനെല്ലാം നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഒരേ ഒരു കാര്യത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയും അതുമാത്രം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഹേവിയറലി അഡിക്റ്റഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെ കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ആവശ്യമുണ്ട്. പലപ്പോഴും ബിഹേവിയറൽ തെറാപ്പികൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പലപ്പോഴും ഇത് എക്സാജറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. എസ്പെഷ്യലി ആ ഒരു ടീനേജ് പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൗതുകം ഉണ്ടാവും. പല കുട്ടികളും മസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം അതാണ്. പക്ഷേ അവർക്കിടയിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് തന്നെ ഒരു അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അവർക്ക് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള പലപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്ങും അതിനെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ പലപ്പോഴും കുട്ടികളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോകാനായിരിക്കും ഇത് സഹായിക്കുന്നത്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ അറിയേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഇത്തരം കപടശാസ്ത്ര പ്രചാരം ചെയ്യുന്ന സമൂഹദ്രോഹത്തിനെതിരെ നടപടിയെടുക്കാൻ നിയമവ്യവസ്ഥ നിലവിലില്ലേ എന്നുള്ളതാണ്. ഇതിനകത്ത് നിലവിലുണ്ട്. ഈ പറഞ്ഞ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് വഴി പതഞ്ജലി പോലെയുള്ള ഭീമന്മാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ബാബു കെ വി ഉണ്ട്. മെഷ് എന്ന് പറഞ്ഞിട്ട് മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ആക്ച്വലി കോവിഡിൻ്റെ സമയത്ത് ആഴ്സനിക് ആൽബം കുട്ടികൾക്ക് ഹോമിയോപ്പതി നിർബന്ധിച്ച് സ്കൂൾ വഴി കൊടുക്കുന്നതിനെതിരെ ഒരു കേസ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും അതവിടെ കിടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ വരുന്ന ഭീമമായ ചിലവെന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതാര് വഹിക്കും? സമൂഹ സേവ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് വളരെ പരിമിതികളുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. നിയമപരമായി നീങ്ങാം, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. അതിനേക്കാളും ആളുകളിലേക്ക് അവയർനെസ് എടുക്കുക. ഈ പണ്ട് നാഷണൽ ജോഗ്രഫിക്കിൽ വന്നിട്ടുള്ള ഒരു ആഡാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ വൈൽഡ് ഗെയിം മീറ്റിന് ആളുകൾ താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും അത് ഹണ്ട് ചെയ്യപ്പെടുന്നത്. വെൻ ദ ഈറ്റിംഗ് സ്റ്റോപ്സ് ദ കില്ലിംഗ് വിൽ ഓൾസോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പോലെ സമൂഹം ഇതുപോലെയുള്ള കപട ചികിത്സകൾ എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇത് കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് വിൽ ഓൾസോ സ്ലോലി ഗോ അവേ. അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇതിനകത്തൊരു വാട്ട് അബൌട്ട് യോഗ എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും ഇപ്പോൾ യോഗയുടെ കഴിഞ്ഞു പോയി. യോഗ നമ്മളെയൊക്കെ പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള സെമിനാറുകളിലൊക്കെ യോഗ ഒരു കപടശാസ്ത്രമാണ് എന്ന് പറയാറുണ്ട്. സാധാരണഗതിയിൽ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി യോഗയ്ക്ക് അഭൂതപൂർവമായിട്ടുള്ളൊരു പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും ഇങ്ങനെ കിടക്കുന്നില്ല. അപ്പോൾ ഇത് മൂലക്കുരു മുതൽ ക്യാൻസർ വരെ ഉള്ള കാര്യങ്ങൾക്കുള്ള മരുന്നാണ് യോഗ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ആളുകൾ പല രോഗങ്ങൾക്കും, ഇപ്പോൾ ഡയബറ്റീസിനാണെങ്കിലും അല്ലെങ്കിൽ സൈക്കാട്രിക് ഇൽനെസ്സിനൊക്കെ ഈ പറയുന്ന യോഗയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിറ്റേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും ഉള്ള ശമനമായിട്ട് കാണുന്നുണ്ട്. തികച്ചും ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് കപടശാസ്ത്രമാണ്. ആ രീതിയിലുള്ള ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്, അപകടകരമാണ്. കാരണം ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും യോഗ പോസ്റ്ററിലോ അല്ലെങ്കിൽ യോഗ ടെക്നിക്, ഇപ്പോൾ മെഡിറ്റേഷൻ പോലെ അല്ലെങ്കിൽ പ്രാണായാമം പോലുള്ള ടെക്നിക്കിന് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക അസുഖങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും, അത് ക്യൂർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ഒരു രീതിയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പലപ്പോഴും ഇത് അപകടകരമായ പല വസ്തുക്കളും ഉണ്ടാക്കുന്ന പല പോസ്റ്ററുകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശാരീരികമായിട്ട് ഉണ്ടാക്കുന്ന ക്ഷതങ്ങളും മറ്റും ഐ തിങ്ക് സിആറിന് ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് വീഡിയോസിൽ സ്വതന്ത്ര ചിന്താ വേദികളിൽ തന്നെ യോഗയുടെ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബെനിഫിഷ്യലായിട്ട് തോന്നില്ല. ഹോബി എന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നവരോട് അപകടകരമല്ലാത്ത രീതിയിൽ യോഗ ചെയ്യുകയാണെങ്കിൽ ആസ് എ ഹോബി നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ അപകടകരമായ പോസ്റ്ററുകളും മറ്റും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, അപകടകരമായ പോസ്റ്ററുകൾ ഞാൻ ഇനി അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഈ ശീർഷാസനത്തിൽ നിൽക്കുക അല്ലെങ്കിൽ സർവാംഗാസനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡേഞ്ചറസ് ആണെന്ന് സ്വതന്ത്രതാ വേദികളിൽ തന്നെ ഒരുപാട് പേര് പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. വളരെ ആ ഫീൽഡിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ളവർ തന്നെ ഒരുപാട് പഠനങ്ങൾ കാണിച്ചിട്ട് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു തമാശ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഡേഞ്ചർ നമ്മൾ മനസ്സിലാകാതെ പോകരുതെന്നുള്ളതാണ്. ഇപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ പോകുമ്പോൾ അതിന് റിസ്ക് ഇല്ലേ? ഉണ്ട്. പക്ഷെ അത് അവർക്ക് റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് നല്ലതാണ്, ഇതൊരു തെറാപ്പിയാണ്, ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നത് പറയാതിരിക്കുന്നത് തികച്ചും തെറ്റാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാലിയോ ഡയറ്റ് എനിക്ക് അറിയില്ല, ഇത് ചോദിച്ചാരെന്ന് അറിയില്ല. ഡയറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ, സോറി. ഇതുമൂലം ശരീരഭാരം കുറയ്ക്കാം, ആരോഗ്യം വർദ്ധിക്കും, എന്തെല്ലാം ഇത് ശാസ്ത്രീയമാണോ? ഐ തിങ്ക് ജനറലായിട്ട് പറയാം, പാലിയോ ഡയറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡയറ്റ് ബേസിക്കലി എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷൻസ് ആവശ്യമുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള
ഒരു ഡയറ്റ്, നമുക്ക് പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഇതെല്ലാം ഉൾപ്പെടുന്ന ബാലൻസ്ഡ് ഡയറ്റ്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ എത്ര കാലറി ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മെറ്റബോളിക് ആയിട്ട് വരുന്ന നേരത്തെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള പാരമ്പര്യ ഘടകങ്ങൾ ഏതൊക്കെയുണ്ടോ, ഇത്തരത്തിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ബാലൻസറായിട്ടില്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന നമ്മളെ ഡയറ്റ് നമ്മൾ ചെയ്യുക. പലപ്പോഴും ശരീരഭാരം കൂടുന്നതാണ് പലർക്കും ഒരു കൺസേൺ എന്ന് പറയുന്നത്. നമുക്ക് ആ ശരീരഭാരം നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് റേഞ്ചിനകത്ത് നിലനിർത്തുക, ഒബേസിറ്റിയിലേക്ക് പോവാതിരിക്കുക. ഈ പല ഡയറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നോർമൽ ഫിസിയോളജിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, പല ഡയറ്റുകളും നമ്മൾ കാണുന്ന സമയത്ത്. അപ്പോൾ ആളുകൾ ഈ ഡയറ്റൊക്കെ എടുത്ത് ഭയങ്കര ക്ഷീണിച്ച് അല്ലെങ്കിൽ പലപ്പോഴും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. സോ ഇൻ ജനറൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായിട്ടൊരു ഡയറ്റീഷ്യനെ സമീപിക്കുക. നിങ്ങളുടെ ഈ പേഴ്സണലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡയറ്ററി ഇൻസ്ട്രക്ഷൻ തരാൻ ഇന്ന് ഡയറ്റീഷ്യന്മാർ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാൻറ്റസി ആയിട്ടുള്ള ഡയറ്ററി പ്രോട്ടോക്കോളുകളുടെ പുറകെ പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു വീഡിയോ എടുത്തിട്ട് 1-2 ക്വസ്റ്റ്യൻ ചേർന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരു അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. Cancer is not a disease, it's a survival mechanism. So cancer is not trying to cancer is actually trying to save your life. Really? It's creating a tumor, a place for all those toxins to be so that they don't spread to other parts of the body. Okay. When you go to a doctor, the first thing they do is say, okay, well, let's take a biopsy, where they prick the tumor and they see if it was cancerous or not. Well, first of all, whether the tumor is cancerous or not, your passive treatment is still the same. So you don't actually need the biopsy. In fact, most people don't actually die from cancer. They die from the treatment of cancer. Really? Yes. And so when they take that biopsy, remember that we're dealing with healthcare, so there's no money to be made off healthy humans. Right. And so when they prick the tumor, they're opening it up and allowing the cancer cells and all the harmful toxins to now spread throughout the body. Jesus. So now you go from having a tumor on biopsy, they come back, a little bit later and they say, okay, well now the cancer's spreading all throughout your body. So we're going to have to charge you more money, and you're going to have to do more radiation, chemotherapy, and all that, etc. Which is crazy because Dr. Otto Warburg, who discovered cancer, he won the Nobel Prize for discovering cancer. He said, quote unquote, that no disease, including cancer, so this is any disease out there, can survive in a highly alkaline, highly oxygenated environment. അപ്പോൾ ഇതിനകത്ത് ക്യാൻസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മുഴകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ എന്ന് പറയുന്നത് ക്യാൻസർ ആണോ എന്ന് നോക്കാനായിട്ട് സാധാരണഗതിയിൽ ആശുപത്രിയിൽ പോകുമ്പോൾ എടുക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ഈ ബയോപ്സി എന്ന് പറയുന്നത്. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവിടുന്ന് ഒരു ഭാഗം എടുത്ത് പരിശോധിക്കുകയോ നീഡിൽ കുത്തി ഇറക്കിയിട്ട് അവിടുന്ന് എടുത്ത് പരിശോധിക്കുകയോ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് കാരണം അദ്ദേഹം പറയുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പടരുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുള്ളിയുടെ ക്ലെയിം. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കീമോതെറാപ്പിയും കൂടുതൽ റേഡിയേഷനും ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കമ്പനികൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ഹോസ്പിറ്റൽസിന് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും മുഴയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ സർജറി ചെയ്ത് ഏതെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബയോപ്സി ചെയ്യാൻ കൊടുക്കാറുണ്ട്. അത് ആ ട്യൂമർ മെലിഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്, അതൊരു ചികിത്സാ രീതിയല്ല. അത് അദ്ദേഹം പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ ബാക്കിയുള്ളിടത്തേക്ക് സ്പ്രെഡ് ചെയ്യില്ല. പിന്നെ ആകെപ്പാടെ പറയുന്നത് ചില സ്ഥലത്തുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇതിന് വേണ്ടിയിട്ട് നീഡിൽ ഉപയോഗിച്ച് പ്രിക്ക് ചെയ്തെടുക്കുന്ന കേസുകൾ പോലെയുള്ള കാര്യത്തിൽ 0.01% ചാൻസ് തിയറിറ്റിക്കലി ഉണ്ട് എന്നാണ്, അതായത് വേറൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന കോയാക്സിയൽ നീഡ്ലിംഗ് പോലെയുള്ള പുതിയ ടെക്നിക്കും ആബിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്ന സമയത്ത് തന്നെ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഒരിക്കലും ബയോപ്സി എടുക്കുന്നത് വഴി വേറെ പല സ്ഥലത്തേക്ക് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യല്ല, പകരം നിങ്ങളുടെ രോഗം കൃത്യമായി നിർണ്ണയിക്കാനാണ് ഡോക്ടർ ആ ടെസ്റ്റ് നടത്തുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനെ രോഗം കണ്ടുപിടിച്ചതിനെ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ ഡിഫൈൻ ചെയ്തതിന് നോബൽ സമ്മാനം കിട്ടിയ ആൾ പോലും പറയുന്നത് ആൽക്കലൈനായിട്ടുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ശരീരമാണെന്നുണ്ടെങ്കിൽ ക്യാൻസറുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ക്യാൻസർ കണ്ടുപിടിച്ചതിനാണ്. ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതേ വെയിറ്റേജ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നോബൽ സമ്മാനം കിട്ടിയ പല ശാസ്ത്രജ്ഞന്മാരും പിൽക്കാലത്ത് വളരെയധികം മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്.
ലൈംഗികതയെക്കുറിച്ച് 18 വയസ്സാകാത്തവരോട് സംസാരിക്കുന്ന പോക്സോ ക്രൈം കാരണമാവില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പോക്സോ എന്ന് പറഞ്ഞ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസസ് അഗെൻസ്റ്റ് ചിൽഡ്രൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലൈംഗിക അതിക്രമം തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ലൈംഗികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, വളരെ ആധികാരികമായി ശാസ്ത്രീയമായി കുട്ടികളോട് നമ്മൾ തന്നെ പാരൻസ് എന്ന രീതിയിലും ടീച്ചേഴ്സ് എന്ന രീതിയിലും സോഷ്യലായിട്ടുള്ള നമ്മുടെ കടമ എന്ന രീതിയിലും കുട്ടികളെ നമ്മൾ ലൈംഗികത എന്താണെന്നും ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ എന്താണെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. വേറെ ആരും അവർ പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന സമയത്താണ് അവർക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നോ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ കൊച്ചു പുസ്തകങ്ങളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്ന തെറ്റായിട്ടുള്ള വിവരങ്ങൾ വെച്ച് പുലർത്തുകയും അവർക്ക് തെറ്റായ ധാരണ ഉണ്ടാവുകയും ഒരുപക്ഷെ ഭാവിയിൽ അവരുടെ ലൈംഗിക ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം, കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, സംസാരിക്കണം. ഇത് തടയുന്നതല്ല പോക്സോ ആക്ട് എന്ന് പറയുന്നത്, അത് ലൈംഗിക അതിക്രമങ്ങൾ തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതാണ്. വേറൊന്ന് ക്വാളിഫിക്കേഷൻ ഫോർ ഡയറ്റീഷ്യനാണ് ചോദിച്ചിരിക്കുന്നത്. MSc ആണ് സാധാരണ കൊടുക്കുന്ന. MSc പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് എടുക്കാറ്. ചില യൂണിവേഴ്സിറ്റികൾ ഡിപ്ലോമയും ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്രേ. നമുക്ക് അവസാനമായിട്ടൊരു വീഡിയോ ഇടാം. എന്തെങ്കിലും വേദന ഉള്ളവര് കൈവക്കുക, ഏതെങ്കിലും വേദന ഉള്ളവര്, ആ വേദന ഉള്ളവരൊക്കെ ഈ മുദ്ര ഒന്ന് പിടിച്ച്, ചൂണ്ടുവരല് തള്ളവരലിന്റെ താഴെയുള്ള വരയിലൊന്ന് പിടിച്ച്, രണ്ട് കൈയിലും പിടിച്ച്, എന്ത് വേദനയാണെങ്കിലും നിങ്ങൾ പിടിക്കുക. വേദന ഉള്ളവരൊക്കെ ഇങ്ങനെ പിടിക്കുക. ചൂണ്ടുവരലിന്റെ തുമ്പ് തള്ളവരലിന്റെ താഴെ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് കമിഴ്ത്തി വെക്കുക. വേദന മാറി അപ്പൊ തന്നെ ഒന്ന് പറയാം. ഇനി അതിന്റെ സയൻസും സയന്റിഫിക്കലി സംഭവം ഒന്നും നോക്കണ്ട. തുമ്പ് കൊണ്ടുപോയി തള്ളവരലിന്റെ കടയിൽ ടച്ച് ചെയ്ത് ഗ്യാപ്പൊക്കെ ഇരുന്നോട്ടെ, വെറുതെ ടച്ച് ചെയ്താൽ മതി. ബലം ഒന്നും പിടിക്കണ്ട, വെറുതെ ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ എന്ത് വേദനയാണോ ആ വേദന കുറഞ്ഞാൽ എന്നോട് പറയണം. പിടിച്ചാൽ വേദന മാറാനാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ഹാർട്ട് അറ്റാക്ക് ആണ്, സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ വൺ സൈഡ് മുഴുവൻ പെയിൻ ആണ് എങ്കിലൊക്കെ ആ ഒരു മുദ്രയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാല്, ആ ഒരു മുദ്രയോട് കൂടെ രണ്ടുപേരിലൂടെ ചേർത്ത് പിടിച്ചാല് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, BP സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ എഫക്ട് ചെയ്യും. എമർജൻസി ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നത്തിനും ആ മുദ്രയോട് കൂടി തള്ളവരലിന്റെ തുമ്പില് രണ്ടുപേരിൽ പിടിച്ചാൽ മതി. ഒരു വിരൽ നിവർത്തി പിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അറ്റാക്ക് വന്ന ഒരാള്, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അറ്റാക്ക് വന്നത് നിങ്ങൾ കണ്ടാൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ടേപ്പ് എടുക്കുക, ഇതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. അറ്റാക്ക് വന്ന ഒരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അയാളെ ഒരു ടേപ്പ് മേടിച്ച് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നോക്കൂ. കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? CPR ചെയ്തു കൊടുക്കണ്ടേ? വേണ്ടേ? ആദ്യം അത് ചെയ്തിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് വച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അയാളുടെ പെയിൻ മാറും. അങ്ങനെ മാറിയ സ്ട്രോക്കിന് അങ്ങനെ വച്ച് കെട്ടിയിട്ട് സ്ട്രോക്കിന് മാറ്റം വന്ന ഒത്തിരി കേസുകളുണ്ട്. ഒന്നൊന്നുമല്ല, ഒത്തിരി അധികം കേസുകളുണ്ട്. സ്ട്രോക്കിന് അങ്ങനെ വെച്ച് കെട്ടിയിട്ട് റിസൾട്ട് കിട്ടി ആ ആളെയും കൊണ്ട് ഷൊർണൂരിൽ നിന്ന് ഇവിടെ വന്ന പണ്ട് ഉള്ള ചരിത്രം എനിക്ക് ഓർമ്മയിലുള്ളതാണ്. ഷൊർണൂരിൽ നിന്ന് ആൾ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് മുദ്ര വച്ച് കെട്ടിയത്. മുദ്ര വച്ച് കെട്ടിയപ്പോൾ തന്നെ അയാൾക്ക് മാറ്റം വന്നു. മാറ്റം വന്നപ്പോ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വന്നു. ഓട്ടോ വിളിച്ചിട്ടാ വന്നത്. സ്ട്രോക്ക് വന്ന ആളുണ്ട്. അന്ന് ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞു. അത് വേറെ വശം. മുദ്രക്ക് അത്രയ്ക്ക് പവർ ഉണ്ട്. അത് കളിക്കാനാണ് നിങ്ങൾ എന്നെ ഒന്ന് മുദ്ര പിടിച്ചോളാൻ പറഞ്ഞത്. ഇത് ഇന്ത്യയിൽ ഉണ്ടായ നോളജാണെന്നേ. ഇന്ത്യയിൽ ഉണ്ടായ നോളജാണ്. നമുക്കിതിനൊന്നും വിലയില്ല. നമുക്ക് ആകെ മരുന്ന് കഴിച്ച് മാറ്റണം എല്ലാം. നിന്റെ വിരലില് ദൈവം തമ്പുരാൻ നിന്റെ രോഗത്തെ മാറ്റാനുള്ള മരുന്ന് വെച്ചിട്ടും നീ ഓട്ടത്തില. നിനക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ വിരലിനെ പോലും നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം എങ്ങനെ? നിങ്ങളുടെ വിരലിന്റെ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അതെങ്ങനെ മാറണേ? ഇങ്ങനെ പിടിച്ചാൽ മാറോ? ചിലവർ അപ്പൊ അതായിരിക്കും ചോദിച്ചത് ഉള്ളില്. അത് അവന്റെ കുഴപ്പമാണ്. അവൻ എങ്ങനെയൊക്കെ ചെയ്താലും അങ്ങനെ തന്നെ ചോദിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ മുദ്രയിൽ ആദ്യം പറഞ്ഞത് വിട്ടിട്ട് ഇത് മാത്രമാണ് പിടിക്കുന്നതെങ്കിൽ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ബെറ്റർ ആണ്. എന്ന് പറഞ്ഞാല് പീരീഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾക്കെല്ലാം ഈ മുദ്ര ബെറ്റർ ആണ്.
വയറ് സംബന്ധമായ ഏത് വേദന വന്നാലും ഇത് പിടിച്ച സ്പോട്ടിൽ മാറും. നമ്മളൊരു മെഡിസിനും കഴിക്കേണ്ടി വരില്ല. വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മുദ്ര 4 നേരം 15 മിനിറ്റ് പിടിച്ചാലും ഗുണമുണ്ടാവും. വയറ്റിൽ നിന്ന് പോകാൻ. ഛർദിലുള്ള ആള്, യാത്രയിൽ ഛർദിലുള്ള ആള് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഈ മുദ്ര പിടിച്ചാല് ഛർദിലുണ്ടാവില്ല. ശ്വാസം മുട്ടിന് ഈ മുദ്ര പിടിച്ചാല് ശ്വാസം മുട്ട് മാറും. ഈ മുദ്ര പിടിച്ചാൽ ശ്വാസം മുട്ട് മാറും. പെട്ടെന്ന് ഒരു ആൾക്ക് ശ്വാസം മുട്ട് വന്നു, നിങ്ങൾ ഈ മുദ്ര ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ശ്വാസം മുട്ട് മാറിയാൽ അയാൾ വിശ്വസിച്ചോളൂ, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും. ശ്വാസം മുട്ടുള്ള ആൾ എന്തായാലും വിശ്വസിക്കും. കാരണം ശ്വാസം മുട്ട് മാറിയാൽ അയാൾ വിശ്വസിക്കണ നമ്മൾ വിശ്വസിച്ചോളൂ. ഓക്കെ, ശ്വാസം മുട്ടിനുള്ള മുദ്രയാണ് ഇത്. അയാൾ പിടിക്കൂല എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമ്മ്യൂണിറ്റി കൂടാൻ ഏറ്റവും നല്ല മുദ്രയാണ് പ്രാണമുദ്ര എന്ന് അതിന് പറയാം. പ്രാണന്റെ എനർജി, പ്രാണശക്തി കൂടാൻ ഏറ്റവും പറ്റിയ മുദ്രയാണ്. കിട്ടുന്ന സമയത്തൊക്കെ ഒരു രോഗമില്ലാത്തവന് പിടിക്കാൻ പറ്റുന്ന മുദ്രയാണ് ഇത്. ഇങ്ങനെയൊക്കെ പിടിച്ച ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റോ? ഇവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉള്ളതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ പറ്റിക്കണേ എന്ന് ചോദിക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത്, നീ അത് തിന്നു. അത് തിന്ന് പലതും പോയവരുണ്ട്, പോകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് ഇതൊക്കെ പറ്റും. അവർ പിടിച്ചു നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരെ. ഏറ്റവും അവസാനം പോകാൻ പറ്റുന്ന ഒരേ ഒരു ചികിത്സാ സംവിധാനമാണ് സത്യത്തിൽ ഈ പറയുന്ന കെമിക്കലുകൾ മോശമായതുകൊണ്ടല്ല. പക്ഷെ ഒന്ന് കഴിച്ചാൽ കിഡ്നി പോകുന്നു, ലിവർ പോകുന്നൊക്കെ എഴുതി വെച്ചേക്കണതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കഴിച്ചാൽ നീ മരിച്ചു പോകും, പക്ഷെ ചിലപ്പോൾ ജീവിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളത് പരീക്ഷിക്കുന്നതിന് പകരം അങ്ങനൊന്നും എഴുതാത്തതിലേക്ക് പോക്കല്ലേ ആദ്യം നല്ലത്. ഇതിലിപ്പോ എന്തായാലും മരിച്ചൊന്നും പോകില്ല, ഒരു സൈഡിലെ എഫക്റ്റും ഉണ്ടാവൂല, എന്തായാലും ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പനി, ജലദോഷം, വയറിളക്കം, ചുമ, ഛർദില്, തുമ്മല്, ചൊറിച്ചല് ഇതൊന്നും രോഗങ്ങളല്ല. ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് പനിയും ജലദോഷവും ചുമയും ഛർദിലും വയറിളക്കവും ചൊറിച്ചിലുമെല്ലാം. ഇപ്പൊ ചൊറിഞ്ഞു പോണത് ചൊറിഞ്ഞു പൊക്കോട്ടെ. ഇതെന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പനിക്ക് ജലദോഷത്തിന് ചുമക്കൊക്കെ പനിയുടെ വീഡിയോയിൽ പറയുന്ന പഥ്യം പാലിച്ചാൽ മതി. ദെൻ വേദനകൾക്ക് ഞാനിപ്പോ പിടിക്കാൻ പറഞ്ഞ മുദ്ര വിട്ടോ നിങ്ങള്? വേദന മാറി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കി. എന്നിട്ട് പറയാൻ എന്ത് വേദനയായിരുന്നു? കാലിന്റെ കാഫ് മസില്. അവിടെ എന്തായിരുന്നു? കാല് വേദന. അവിടെ എന്തായിരുന്നു? വലത്തെ കൈ വേദന. നിങ്ങൾക്ക് എന്തായിരുന്നടാ? നിന്റെ ഒരു നടു ഉണ്ടാ? നടുവിനൊരു പിടുത്തം ഇത്ര ചെറുപ്പത്തിലെ. വേറെ ആർക്കാ മാറിയത്? എന്തായിരുന്നു? തലവേദന, സൈഡിലെ വേദന, പെടലി വേദന, കാലുവേദന. ഒരു വിരല് മടക്കി പിടിച്ചപ്പോഴേക്കും നമുക്ക് പെയിൻ അങ്ങനെ അല്ലെങ്കിൽ കൈകഴപ്പ് വരുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അത്രക്ക് മോശമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ ആ മുദ്ര പിടിച്ചവർ പിടിച്ചു വെച്ചിരുന്നോ? നിങ്ങളുടെ വേദന മാറുമെന്ന് നോക്കിയോ? ഞാൻ പറഞ്ഞ മോഡൽ പിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വേദനകൾക്കുള്ള മുദ്ര എന്ന് പറഞ്ഞിട്ട് ഞാനിത് പണ്ട് ചെയ്തിട്ടോ വീഡിയോ ആണ്. അപ്പൊ വേദന എന്ത് വന്നാലും ഇത് പിടിച്ചാൽ മതി, മാറും. അതന്നെ ഞാനിപ്പോ പറഞ്ഞത്. അത് ചില പ്രശ്നങ്ങളുണ്ട് ഇതില്, അതെന്താണെന്ന് ഞാനിപ്പോ വലുതാക്കണില്ല. അത് പിടിക്കുമ്പോ ചിലവർക്ക് ചില പ്രശ്നങ്ങൾ വരും. കൈ തരിച്ചിട്ട് പിടിക്കാൻ പറ്റണില്ല, ആയിക്കോട്ടെ. പക്ഷെ പിടിക്കുക, 15 മിനിറ്റ് പിടിക്കുക, 15 മിനിറ്റ് 4 നേരം. ഇത് ഇദ്ദേഹം പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പറയുന്നതല്ല. ഇദ്ദേഹം ഒരു കുറച്ച് ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നതാണത്. അത് ഹാർട്ട് അറ്റാക്ക് മുതൽ എല്ലാ കാര്യങ്ങളും. ഇത് കുറച്ചുകൂടി ലെങ്തി വീഡിയോ ആണ്. വീഡിയോന്റെ അവസാനം അവിടുന്ന് കുറേ പേര് ക്ലെയിം ചെയ്യുന്നുണ്ട്, എൻ്റെ നടുവേന മാറി, കാലുവേന മാറി, ഊരവേന മാറി എന്നുള്ളത്. അല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഇട്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന പോയിന്റ്, ജസ്റ്റ് ഒരു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനകൾ മാറും. ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിക്ക് അത് റിക്കവറി ആവാനായിട്ട് വരെ ഇത് സഹായിക്കും. സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് ഇത് സഹായിക്കും. പലപ്പോഴും ഇത് നമ്മളിപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പലപ്പോഴും പെയിനൊക്കെ, അഞ്ചൈന പെയിന്, കാർഡിയാക് പെയിനൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം അല്ലേ. ചില സ്ട്രോക്കുകൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ട്. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസിയൻറ്റ് ഇഷ്കിമിക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന ചില സ്ട്രോക്കുകളുണ്ട്. സ്ട്രോക്ക് പോലെ വരും, വിത്തിൻ 24 hour ട്രാൻസിയൻ്റ് ആയിട്ട് വരുന്ന ചില ഫിനോമിനൻസ്. അതാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ, ഇതൊരു വലിയൊരു ഓഡിയൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇദ്ദേഹം പറയുന്നത് കുറേ പേര്
തിരിച്ചു പറയുന്നുണ്ട്. വേദനകൾ മാറി, പല വേദനകളും തൻ്റെ ബാക്ക് പെയിൻ മാറി, തലവേദന മാറി, കഴുത്ത് വേദന മാറി എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സജഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യും. നമ്മൾ ഒരു വ്യക്തി ഒരു ഓഡിയൻസിന് മുന്നിൽ ഒരു അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഓഡിയൻസ് ആ വ്യക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സമയത്ത് ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളിലും അവർക്ക് ശരിയാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു തീവ്രമായിട്ടുള്ള ഒരു തലവേദനയോ തീവ്രമായിട്ടുള്ള വയറുവേദനയോ തീവ്രമായിട്ടുള്ള ഒരു പെയിനോ ഒരിക്കലും ഈ മുദ്ര കാണിച്ചാൽ പക്ഷേ നിങ്ങൾക്ക് തോന്നുന്ന അൺഈസിനെസ്സുകളോ അല്ലെങ്കിൽ മാറി എന്നുള്ള ഒരു വിശ്വാസത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ പെയിനൊക്കെ താൽക്കാലികമായിട്ട് എന്തോ മാറ്റം സംഭവിച്ചു, ശരീരത്തിൽ മാറ്റം സംഭവിച്ചു എന്ന് ഒരു പക്ഷേ ഫീൽ ചെയ്യാം. ആ ഒരു സജഷൻ്റെ ഭാഗമായിട്ട് ഒരു സൈക്കോളജിക്കൽ മെക്കാനിസമാണ്. അതിനപ്പുറത്തേക്ക് ശരീരത്തിലൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണത്തിലൊരു മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ തീവ്രമായിട്ടുള്ള ശരിയായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഒരിക്കലും മാറില്ല. ഈ പറയുന്ന ടേപ്പ് ഒട്ടിച്ചാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷപ്പെടും. സിയാർ, നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അവസാനം ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കാര്യം നമ്മൾ ഹൃദയാഘാതം വന്ന് വീഴുമ്പോൾ ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. കാര്യം നമുക്ക് സ്വയം ചികിത്സ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ. കാര്യം നമ്മൾ സ്വയം ജഗതി പറഞ്ഞതുപോലെ ആംബുലൻസ് കയറി പോവുകയല്ല, തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ആംബുലൻസ് കയറ്റി വിടുന്നത്. ഇതുപോലെയുള്ളവരൊക്കെ ആണെങ്കിൽ സമയം കളയുന്നത്. ഇതിനകത്തൊരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഇതുപോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ടേപ്പ് വാങ്ങിക്കാനായിരിക്കും ഓടുന്നത് എന്നുള്ളതും കൂടി ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ശാസ്ത്രബോധം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഷോ, അപ്പോൾ അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ സ്യൂഡോ സയൻസ് എളുപ്പം തിരിച്ചറിയാനുള്ള ഒരു 5-6 കാരണങ്ങൾ മാത്രം ഒന്ന് പറയാം. അത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അൺഫോൾസിഫയബിലിറ്റിയാണ്. അതായത് തെളിയിക്കാൻ പറ്റാത്ത ക്ലെയിമുകൾ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോകളിൽ പലതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യം അതായത് തെളിയിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരാതിരിക്കുക. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പനി മാറും എന്നുള്ളത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു സാധ്യത എല്ലാവർക്കും ഉണ്ട്. പാരസെറ്റമോളുള്ള ഒരു 100 പേർക്ക്, ഒരു പനിയുള്ള 100 രോഗികളെ എടുത്തിട്ട് അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ശതമാനം പേർക്കെങ്കിലും രോഗം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറി കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് തെളിയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അൺഫോൾസിഫയബിലിറ്റി. രണ്ടാമത്തെ കാര്യം, റിലൈസ് ഹെവിലി ഓൺ അനക്ഡോട്ട്സ് അല്ലെങ്കിൽ അനുഭവ സിദ്ധാന്തം പറയുക എന്നുള്ളത്. എനിക്ക് പോയി, എൻ്റെ കുഞ്ഞമ്മയ്ക്ക് പോയി, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അയൽക്കാരന് പോയി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലും പറയുക. ഈ പറഞ്ഞ ഇതുപോലെ കണ്ടിട്ടുണ്ട്, പയറുമണി, ലിവർ ക്യാൻസർ വന്ന ഞാൻ വിരലിൻ്റെ ഇടയിൽ പയറുമണി വെച്ച് കെട്ടിയിട്ട് എനിക്ക് ലിവർ ക്യാൻസർ ഭേദമായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അനക്ഡോട്ട്സ്. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചെറി പിക്കിംഗ്, കൺഫേമിങ് എവിഡൻസ്, അവർക്ക് വേണ്ട തെളിവുകൾ മാത്രം അവരെടുക്കുകയും ഡിസ്കൺഫേമിങ് എവിഡൻസിനെ എന്താ പറയുക മിനിമൈസ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ടെക്നോ ബാബിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ടെക്നോളജിയും സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഇതിനകത്തൊക്കെ ശ്രദ്ധിച്ചാണ്. ആദ്യം സയൻസിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെക്നോ ബാബിളിൽ പൊതിഞ്ഞ അശാസ്ത്രീയതയാണ് മിക്കവാറും നമ്മൾ കാണുക. പിന്നെ ഒരു പ്ലോസിബിൾ മെക്കാനിസം ഇല്ലായിരിക്കുക. കോവയ്ക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് ഷുഗർ കുറയ്ക്കുന്നതെന്ന് മറ്റേ ചോദിച്ചപ്പോൾ ഇത് ഓർഗാനിക് ആണെന്ന് പറയാം. അല്ലെങ്കിൽ പ്ലോസിബിൾ അല്ലാത്തത്, ഒരു സാധ്യമല്ലാത്ത ഒരു മെക്കാനിസം, അല്ലെങ്കിൽ അവർക്ക് മെക്കാനിസം പറയാൻ കഴിയാതിരിക്കുക. മാറ്റമില്ലാത്തത്, അൺചേഞ്ചിങ് ആയിട്ടുള്ള, ഡസൻ സെൽഫ് കറക്റ്റ് ഇറ്റ് സെൽഫ്. ഫോർ എക്സാമ്പിൾ, അത് ഇവരുടെ ഒരു സ്യൂഡോ സയൻസിൻ്റെ ടിപ്പിക്കൽ ലക്ഷണമാണ്. അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലുള്ള മയാസ്മ തിയറി, അതൊരിക്കലും അവർക്ക് മാറ്റാൻ പറ്റില്ല. സോറോ, സിഫിലിസ്, സൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്, അല്ലെങ്കിൽ ഇംബാലൻസ് കൊണ്ടാണ് അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും മാറ്റില്ല. ഹോമിയോപ്പതി മരുന്നുകൾ പുതിയത് കണ്ടുപിടിച്ചാലും അവരുടെ അടിസ്ഥാന സിദ്ധാന്തം അൺചേഞ്ചിങ് ആയിരിക്കും. ഇനി എക്സ്ട്രാ ഓർഡിനറി ആൻഡ് എക്സാജറേറ്റഡ് ക്ലെയിംസ്, 101% ഡയബറ്റീസ് മാറ്റും. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ട ആണ് ആ വീഡിയോയിൽ 101%, 100% അല്ല, അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. എനിക്ക് തോന്നുന്നില്ല ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഡോക്ടർ ഏതെങ്കിലും ഒരു അസുഖം ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയാറില്ല, അല്ലെങ്കിൽ 100% മാറ്റുന്ന ഒരിക്കലും ഡോക്ടർ പറയാറില്ല. ഒരു മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണർ അങ്ങനെ ഒരു ക്ലെയിം വയ്ക്കാറില്ല. പ്രൊഫസ് സെർട്ടനിറ്റി, ടോക്സ് ഓഫ് ട്രൂത്ത് വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ്, വളരെ ശക്തമായി അവർ തെളിവുണ്ട് എന്ന് പറയും, പക്ഷേ തെളിവുകളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ്. കമ്മിറ്റ്സ് ലോജിക്കൽ ഫാലസീസ്, ന്യായ വൈകല്യങ്ങൾ ആർഗ്യുമെൻറ്റുകളിൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വാദം പിത്തം കഫം തെളിയിക്കാമെന്ന് പറയുകയും എന്നാൽ അത് ഒബ്ജക്റ്റീവായിട്ട് തെളിയിക്കാൻ പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഒരു ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. ലാക്സ് പിയർ റിവ്യൂ, അതായത് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ വേറെ ആളുകൾ പരിശോധിച്ചിട്ടുള്ള പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പറുകൾ അവരുടെ കയ്യിൽ കാണാറില്ല. ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യു സ്ക്രാച്ച് മൈ ബാക്ക്, ഐ വിൽ സ്ക്രാച്ച് യുവേഴ്സ് എന്ന് പറഞ്ഞ പോലെയാണ്. നീ എൻ്റെ പുറം ചൊറിയും, ഞാൻ നിൻ്റെ പുറം ചൊറിഞ്ഞു തരാമെന്ന് പറഞ്ഞ പോലെ ആയുർവേദക്കാരും യുനാനിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞ് പേപ്പറുകൾ ഇറക്കുന്നുണ്ട്. അതാണ് ഈ ജേണൽ ഓഫ് ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് നോക്കരുത്.
ഏറ്റവും അവസാനത്തത് കോൺസ്പിറസി ടു സപ്രസ് ദെയർ ഐഡിയാസ്. നേരത്തെ കണ്ടതുപോലെ ഈ പരിശോധനകൾ നടത്തുന്നത്, ചികിത്സകൾ നടത്തുന്നത് അതെല്ലാം പൈസ ഉണ്ടാക്കാനാണ്, മരുന്ന് മാഫിയയുടെ ആളാണ്, ഇതുപോലെയുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് കുറേ പേര് മരുന്ന് മാഫിയയുടെ പൈസ വാങ്ങിച്ചിട്ട് ഇരിക്കുന്നതാണെന്ന് പറയും. പക്ഷേ ആയുർവേദം മരുന്ന് മാഫിയല്ല, ഹോമിയോപ്പതി മരുന്ന് മാഫിയല്ല, മോഡേൺ മെഡിസിൻ മാത്രമാണ് മരുന്ന് മാഫിയ. കാര്യം പാരസിറ്റമോളിന് നിങ്ങൾ എവിടെയെങ്കിലും പരസ്യം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് പരസ്യത്തിൻ്റെ ആവശ്യമില്ല, കാര്യം അത് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ മറ്റേതിനകത്ത് പരസ്യങ്ങൾ കാണും, ഇത് കഴിച്ചാൽ ചുമ മാറും, ഇത് കഴിച്ചാൽ തുമ്മൽ മാറും. പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വർക്ക് ചെയ്യുന്ന സാധനത്തിന് പ്രത്യേകിച്ച് ഒരു മരുന്നിന് പരസ്യം കൊടുത്തില്ലെങ്കിലും അത് കഴിക്കേണ്ട സമയത്ത് ആളുകൾ വാങ്ങിച്ച് കഴിച്ചോളൂ. അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ? താങ്ക് യു. അവസാനമായിട്ട് ഇപ്പം കുറച്ച് പിന്നെ സ്യൂഡോ സയൻസിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക്, പക്ഷേ ഇത് മാസമായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ആളുകളെ ത്വര ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്തുകൊണ്ടാണത്? അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ഈ പറയുന്ന അശാസ്ത്രീയതയാണ് കൂടുതൽ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അത് വളരെ മാസീവായിട്ട് ഈ പറയുന്ന ലക്ഷങ്ങളാണ് ഓരോ വീഡിയോവും കാണുന്നത്. അത് എനിക്ക് തോന്നുന്നത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ കൂടുതൽ അപ്പീലിംഗ് ആണ് അല്ലേ, നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരും, ECG എടുക്കേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, മരുന്നുകൾ കഴിക്കേണ്ടി വരും, ഫോളോ അപ്പ് വേണ്ടി വരും. ഇദ്ദേഹം പറയുന്നത് വളരെ ഈസി, ഒന്നും വേണ്ട, ഒരൊറ്റ മുദ്ര പിടിച്ചാൽ മതി. അത് അപ്പീലിംഗ് ആയിട്ട് തോന്നും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സയൻസിനെ ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ലേബലിൽ ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ഒരു മൂൺ ലാൻഡിങ് പാരഡോക്സ് അല്ലെങ്കിൽ മൂൺ ലാൻഡിങ് തെറ്റാണ്, ഹോക്സാണ്, തെറ്റാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ സയൻസിനും അല്ലെങ്കിൽ സയൻസ് പറയുന്ന കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമല്ല പൊതുവെ. അശാസ്ത്രീയക്ക് കൂടുതൽ താല്പര്യം കിട്ടുന്നത്, കാരണം അത് കൂടുതൽ അട്രാക്റ്റീവാണ്. അത് പറഞ്ഞാൽ ആളുകൾക്ക് പ്രചരിക്കാനും എളുപ്പമാണ്. പിന്നെ ശാസ്ത്രം അറിയണമെങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒരുപാട് ബാക്കപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സയൻസ് മനസ്സിലാക്കാനും അതിൻ്റെ സപ്പോർട്ട് ചെയ്യാനും ഏതാണ് സയൻറ്റിഫിക് ഏതാണ് അൺസയൻറ്റിഫിക് എന്ന് മനസ്സിൽ തിരിച്ചറിയാനും നല്ലൊരു എഫേർട്ട് വേണം. അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രാക്ടീസ് വേണം. ഈ പറയുന്ന ഫാലസികളൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഒരു പ്രാക്ടീസ് വേണം. ആ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര ചിന്താ ആക്ടിവിസം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിൽ മാത്രമേ നമുക്ക് അശാസ്ത്രീയമായിട്ടുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയാനും അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസാണ്, അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നിരുന്നാലും കുറേയൊക്കെ മാറ്റങ്ങൾ അടുത്ത കാലത്തായിട്ട്, കാരണം നമ്മളും ഇതിലൂടെ കടന്നു വരുന്ന വ്യക്തികളാണ്. നമുക്കിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും മണ്ടത്തരമായിരുന്നല്ലോ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവാനുള്ള കാരണം നമ്മൾ ഈ ഒരു പ്രാക്ടീസിലൂടെ നടന്നു പോകുമ്പോഴേ. എന്ന് വെച്ചാൽ നമുക്കിപ്പോഴും തെറ്റുപറ്റാം എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു പ്രോസസ്സിലൂടെ ഓരോ സ്വതന്ത്ര ചിന്തകരും ഓരോ വ്യക്തികളും കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ പടർന്ന് പന്തലിച്ച് തിരമാല പോലെ ആഞ്ഞടിക്കുന്ന ഈ പറയുന്ന സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുന്നു. ബേസിക്കലി പറഞ്ഞാൽ തിരിച്ചറിയാൻ അധ്വാനിക്കണം, തിരുത്തൽ വരുത്താൻ ധൈര്യവും വേണം. യെസ്, ഈ രണ്ട് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സഹായിച്ച ഡോക്ടർ ഹരീഷിനും ചന്ദ്രശേഖരനും വളരെ നന്ദി. അതുപോലെ ഇത്രയും നേരം നമ്മളെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഓഡിയൻസിന് പ്രത്യേകം നന്ദി. പിന്നെ കൂടാതെ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്ത എസൻസിൻ്റെ പാലക്കാട് ടീമിനോട് വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. താങ്ക് യു.